നിസ്സഹായരും നിർഭാഗ്യവാന്മാരുമായ ആ 40 മനുഷ്യരുടെ ജീവന് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ടാണ് നമ്മളിന്ന് ഒന്നിച്ചിരിക്കുന്നത്. ഏറെ ദൗർഭാഗ്യകരമായ സംഭവവികാസങ്ങളാണ് നമ്മുടെ അയൽനാട്ടിലുണ്ടായിരിക്കുന്നത്. തമിഴക വെട്രിക്കഴകം എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് സിനിമ ഇനിയില്ലെന്ന് പ്രഖ്യാപിച്ച് തമിഴകത്തിന്റെ ഇളയ ദളപതി തന്റെ 50ാമത്തെ വയസ്സിൽ ഏഴൈത്തോടനാകാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിലെ താരപ്രഭയുടെ ഇടക്കിളക്കങ്ങൾ എന്ന് എഴുതിത്തള്ളിയവരാണ് ഏറെയും. വില്ലുപുരം മുതൽ ഇങ്ങോട്ട് വിജയ് ഇറങ്ങിച്ചെന്ന ഇടങ്ങളിലെല്ലാം കാത്തിരുന്നത് ലക്ഷങ്ങളാണ്. 2026 തെരഞ്ഞെടുപ്പ് വെട്രിക്കൊടിയേറ്റമാകുമോ എന്ന് പോലും ചിന്തിച്ചു തുടങ്ങിയിരുന്നു തമിഴകം. അതിനിടയിലാണ് കരൂർ സംഭവിക്കുന്നത്. നമുക്ക് ഓർമ്മയുണ്ട്, ഇന്ത്യ ഷൈനിങ് എന്ന ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് പതിറ്റാണ്ടുകൾക്ക് മുൻപ് സമാനമായ ഒരു സ്റ്റാമ്പേഡ് ഉണ്ടായപ്പോൾ അതിന് BJP രാഷ്ട്രീയം കൊടുക്കേണ്ടി വന്ന വില വലുതാണ്. സമാനമായ വിധിയെഴുത്താകുമോ കരൂർ വിജയ്ക്ക് കാത്തുവെച്ചിരിക്കുന്നത് എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. അതിനേക്കാളേറെ ശരിയാണ്, താരപ്രഭയോടുകൂടി തങ്ങളുടെ നായകനാകാൻ ഇറങ്ങി പുറപ്പെട്ട ഒരാളെ കാണുവാൻ വേണ്ടി ആളുകൾ പുഴ പോലെ വന്നു ചേരുന്നു. അവിടെ വലിയ അപകടമുണ്ടാകുന്നു. പക്ഷേ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്, പ്രതിബദ്ധത എന്ന് പറയുന്നത്, തന്നെ പ്രതിയാണ് കൺമുന്നിൽ ഇങ്ങനെ ഒരു വലിയ ദുരന്തം അരങ്ങേറിയത് എന്ന തിരിച്ചറിവുണ്ടാവുക എന്ന് പറയുന്നത് ആർ കാരണമാണോ, ആരെ കാണാനാണോ ആളുകൾ അവിടേക്ക് എത്തി വന്നത്, അയാളിൽ നിക്ഷിപ്തമാണ്. പക്ഷേ ആ അപകടത്തിന് ശേഷം വിജയ് എന്താണ് ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വലിയ വിമർശനങ്ങൾക്ക് വിധേയമാവുകയാണ്. അവിടെ നിന്ന് അദ്ദേഹം സ്വന്തം വീട്ടിലേക്ക് തിരികെ പോകുന്ന സമയത്ത് തമിഴകത്തിന്റെ മണ്ണറിഞ്ഞ മനസ്സറിഞ്ഞ മനുഷ്യനെ അറിയാവുന്ന നേതാക്കളെല്ലാം ആർത്തലച്ചോടി വരികയാണ് അതേ നാട്ടിലേക്ക്, കരൂരിലേക്ക്. കിട്ടുന്ന വണ്ടി പിടിച്ച് ഒരുപക്ഷെ ഒരു MP ഓടി വന്നത് ഒരു വിമാനത്താവളത്തിന് മുഴുവൻ മാനദണ്ഡങ്ങളെയും സുരക്ഷാ മാനദണ്ഡങ്ങളെയും ഒന്ന് വേഗത്തിലാക്കി തരൂ എന്ന് നിറഞ്ഞ കണ്ണുകളോട് കൂടിയാണ്. പക്ഷേ വിജയ് അവിടെ നിന്ന് മിണ്ടാതെ ഉരിയാടാതെ ഇറങ്ങി പുറപ്പെടുകയാണ് ചെയ്തത്. ഒരുപക്ഷെ വിജയ് അവിടെ നിന്നിരുന്നെങ്കിൽ കൂടുതൽ അപകടം ഉണ്ടാകുമായിരുന്നു എന്ന് പറയുന്നവരുമുണ്ട്. എന്നിരുന്നാൽ പോലും ശേഷം എന്റെ ഹൃദയം നുറുങ്ങുന്നു എന്ന് 6 മണിക്കൂറിന് ശേഷം ഒരു പോസ്റ്റ് ഇടുന്നതിന് മുൻപ് എപ്പോഴെങ്കിലും, അതിനു മുൻപ് കോടതിയിലേക്ക് സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് പോകാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിന് മുൻപ് കരൂരിന്റെ കണ്ണീര് കാണാൻ എന്തുകൊണ്ടാണ് വിജയ്ക്ക് കഴിയാതെ പോയത്? അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് നായകനാകാൻ, നേതാവാകാൻ കഴിയുന്നത്? തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ. നേരത്തെ പറഞ്ഞതുപോലെ 2026 തിരഞ്ഞെടുപ്പ് എന്നതിനപ്പുറത്ത് അദ്ദേഹം ഇത്രയും കാലം മൈക്കുവെച്ച് വിളിച്ചു പറഞ്ഞ ആശയാദർശങ്ങളോട് എന്തെങ്കിലും ഐക്യപ്പെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഈ വൈകുന്നേരം ഉണ്ടാവുകയുമാണ്. നമ്മളോടൊപ്പം അതിഥികൾ ശ്രീ S. രാജേന്ദ്രബാബു, മാധ്യമപ്രവർത്തകൻ, ഡോക്ടർ CG രാജേന്ദ്രബാബു, തമിഴ് സിനിമാ പ്രവർത്തകനും തിരക്കഥാകൃത്തുമാണ്, ശ്രീ പ്രതീഷ് VR, വിജയുടെ ആരാധക സംഘടനയുടെ ഫൗണ്ടറാണ്, ശ്രീ ഫക്രുദ്ദീൻ അലി, രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ KR മുരുകേശൻ, സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി DMK കേരള ഘടകത്തിന്റെ. ഇത്രയും ആളുകളാണ് നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിൽ ചേരുന്നത്. ശ്രീ S. രാജേന്ദ്രബാബു, അങ്ങേക്ക് കേൾക്കാമോ? ശ്രീ S. രാജേന്ദ്രബാബു, കരൂരിൽ സംഭവിച്ച ദൗർഭാഗ്യകരമായ സംഭവ വികാസങ്ങൾ, 10-40 ജീവനുകൾ, കുഞ്ഞുങ്ങൾ, വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകൾ, ഒരു കുടുംബത്തിലെ തന്നെ അമ്മയും 2 കുഞ്ഞുങ്ങളും, ഇങ്ങനെ നമുക്ക് കണ്ടു നിൽക്കാനോ കേട്ടു നിൽക്കാനോ സഹിക്കാനോ കഴിയാത്ത നിസ്സഹായരായ മനുഷ്യരുടെ ജീവനഷ്ടം ഉൾപ്പെടെയുള്ള ദുരന്തങ്ങളാണ്. പക്ഷേ അതിന് വലിയ അലയൊലികൾ ഉണ്ടാകും. തമിഴ്നാട് രാഷ്ട്രീയം കാത്തിരിക്കുന്നത് എന്തായിരിക്കും? വിജയുടെ പതനം എന്ന് പറയാമോ? ഇത് ഒന്ന്, തമിഴകത്തെ രാഷ്ട്രീയം നമ്മുടെ സംസ്ഥാനത്തെ, കേരളത്തിലെ രാഷ്ട്രീയം പോലെ അല്ല. അതിൻ്റെ തുടക്കകാലം മുതൽ തന്നെ, അതായത് ഈ കലാരംഗവുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതാണ് നമ്മൾ കണ്ടുവന്നിരുന്ന ഒരു ശീലം. അപ്പോൾ അതിലേറ്റവും അധികം വിജയിച്ചത് MG രാമചന്ദ്രനാണ്. അദ്ദേഹം ഒരു തികഞ്ഞ കലാകാരനായി തന്നെ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയും അതിൻ്റെ പരമാവധി വിജയം കണ്ടെത്തുകയും ചെയ്ത വ്യക്തിയാണ്. പക്ഷേ അതേ പാത പിന്തുടർന്നു വന്ന മറ്റ് പലരും, നമുക്കറിയാം, ശിവാജി ഗണേശൻ, കമലഹാസൻ, വിജയകാന്ത്, ഇങ്ങനെ പല നടന്മാരും അവരുടേതായ രാഷ്ട്രീയ കക്ഷികൾ രൂപീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുവെങ്കിലും MGRനോളം കടന്നു വരാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. വിജയ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന സാഹചര്യം എന്ന് പറയുന്നത് സത്യത്തിൽ എന്തായിരുന്നു? അതിന് അനുകൂലമായ ഒരു സാഹചര്യം അങ്ങനെ ഒന്നുണ്ടായിരുന്നോ? ഇല്ല. അതിൻ്റെ കാരണം, എന്തെങ്കിലും സങ്കീർണമായ പ്രശ്നം സമൂഹമോ തമിഴ്നാട്ടിലെ ജനങ്ങളോ അനുഭവിച്ചിരിക്കുന്നതായോ, അല്ലെങ്കിൽ അതിനൊരു പ്രതിവിധി കണ്ടെത്തണം എന്ന ഒരു ചിന്താഗതി വിജയന് തോന്നേണ്ടതായോ അങ്ങനെയുള്ള ഒരു സാഹചര്യവും നമ്മൾ കണ്ടില്ല.
അപ്പോൾ പിന്നെ ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് മുന്നോട്ടിറങ്ങാൻ തയ്യാറായത് എന്ന ചോദ്യം അവിടെ ബാക്കിയാവുന്നു. അപ്പോൾ വ്യക്തി താല്പര്യങ്ങളുടെ സംരക്ഷണമാണ് പൊതുവെ നമ്മൾ തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ കണ്ടുവരുന്നത്. വിജയും തൻ്റെ താരമൂല്യം ഭംഗിയായി അവതരിപ്പിച്ച് ഒരു രാഷ്ട്രീയ നേതാവായി മറ്റൊരു പ്രതിച്ഛായയിലൂടെ തമിഴ് ജനതയുടെ മനസ്സിൽ ഇടം നേടാൻ ശ്രമിച്ചു എന്ന് വേണം നമ്മൾ കരുതാൻ. അപ്പോൾ പ്രത്യേകിച്ചൊരു സാഹചര്യമില്ലാതെ എന്തെങ്കിലും പൊതുവായി ശക്തമായി അഡ്രസ്സ് ചെയ്യാനൊരു വിഷയമില്ലാതെ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ രൂപീകരണവും അതിലൂടെ എന്തൊക്കെയോ ആരോപണങ്ങൾ ഉന്നയിക്കുക, അതൊന്നും പ്രസക്തമായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇപ്പോഴത്തെ സർക്കാരിനെതിരെ ശക്തമായ എന്തെങ്കിലും ഒരു ആക്ഷേപം ഉന്നയിക്കാനൊന്നും വിജയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ താരമൂല്യം രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം വോട്ടായി അദ്ദേഹത്തിൻ്റെ കക്ഷിക്ക് ശക്തി പകരും എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട്. ആ സിറ്റുവേഷനിലാണ് ഈ ദുരന്തം എന്നോർക്കുക. അപ്പോൾ ഈ ദുരന്തം അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിന് എന്തായാലും വിലങ്ങുതടിയായിരിക്കും എന്ന് തന്നെ വേണം കരുതാൻ. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ ഫക്രുദ്ദീൻ അലി, ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ അങ്ങനെയില്ല. നമുക്ക് ഒരു പബ്ലിക്കിനെ സെർവ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള ഉറച്ച രാഷ്ട്രീയ ബോധ്യമുണ്ട് എന്ന് തോന്നിയാൽ ഓരോ മനുഷ്യനും സ്റ്റേറ്റിൽ ഇടപെടാൻ കഴിയുന്ന തലങ്ങളുണ്ട്. പക്ഷെ തമിഴക രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം, അവിടെ പ്രതിപക്ഷം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിപ്പോയി. DMK മറ്റു പലതായി തന്നെ രൂപപ്പെട്ടു പോയിരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു പ്രതിപക്ഷമില്ല. DMK തുടർഭരണം ലക്ഷ്യമിടുകയാണ്. അപ്പോൾ ഏകപക്ഷീയമായ ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം BJPക്ക് ഈ പറയുന്നത് പോലെ അത്രമേൽ വോട്ട് സമാഹരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അപ്പോൾ ഈ ദ്രാവിഡ കീഴാള രാഷ്ട്രീയം തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാധാരണക്കാർക്ക് വേണ്ടി പൊരുതാൻ, ഫാസിസത്തിനെതിരെ പൊരുതാൻ കഴിയുന്നൊരു രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് BJP വിജയ് വില്ലുപുരം മുതൽ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ അവിടെയൊക്കെ താനൊരു നായകനാണ് എന്ന ബോധ്യത്തിൽ ഊന്നിക്കൊണ്ടാണ്, സാധാരണ തമിഴിൻ്റെ ഭാഷയോ എന്നുള്ളതല്ല, ഒരു സിനിമാറ്റിക് ഡയലോഗ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇന്നലെ ഒരൊറ്റ ദിവസം കൺമുന്നിൽ ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ വിജയ് സിനിമയിലാണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നൊരു തോന്നൽ സാധാരണ ഈ അണികളാണല്ലോ കാണാൻ വരുന്നത്, ആരാധകരാണല്ലോ. അതിന് ഘടകവിരുദ്ധമാണ്. അദ്ദേഹം അവിടുന്ന് സത്യം പറഞ്ഞാൽ ഒളിച്ചോടി രക്ഷപ്പെടുകയാണ്, ഒന്നും ചെയ്യാനില്ല. പക്ഷേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവിടുത്തെ മനുഷ്യനെ അറിയാവുന്ന ആളുകൾ മുഴുവനും അവിടെ ഓടി വരികയാണ്. ഈ ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനത്തെ ഏകോപിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ചിലർ കരയുകയാണ്. അവിടുത്തെ നേതാക്കളൊക്കെ വന്നു നിന്ന് എന്തു ചെയ്യും എന്നറിയാതെ കരയുകയാണ്. കാരണം കരയാതിരിക്കാൻ കഴിയാത്ത കാഴ്ചകളാണ് അവിടെ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ആ നിലയ്ക്ക് ഒരാൾക്ക് സ്വയം നായകനെന്ന് ഇനി അവകാശപ്പെടാൻ കഴിയുമോ? രണ്ട് കാര്യമാണ്. ഒന്നാമത്, വിജയുടെ രാഷ്ട്രീയ പ്രവേശം അനവസരത്തിലാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് നിങ്ങളുടെ സ്റ്റാഫ് പ്രതീക്ഷനോട് ചോദിച്ചാൽ അതെ. പണ്ട് കൈരളി പ്രതീക്ഷ ഉണ്ടായിരുന്ന സമയത്ത് ജയലളിത മരിച്ച സമയം, അന്ന് ഞാനാണ് ഒരു കേരളത്തിൽ ആദ്യം പറഞ്ഞത് തമിഴ്നാട്ടിൽ പുതിയ രാഷ്ട്രീയ ധ്രുവീകരണം വരും. കാരണം എനിക്ക് എൻ്റെ കൂടെ ഡൽഹി പഠിച്ചിരുന്ന പല തമിഴ് യുവാക്കളെ അറിയാം. ഇവർ ഈ DMK ADMK കുടുംബത്തിൽ നിന്നൊക്കെ വരുന്നത്. അവർ അസംതൃപ്തരെ. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, DMK ബോത്ത് കറപ്റ്റ്. DMKയിൽ അവർക്ക് പ്രതീക്ഷയാണ്. അപ്പോൾ കനിമൊഴി വരെ, അത് കവിയത്തായ കനിമൊഴി വരെ അലിഗേഷൻ ചാർജസ് വന്നു. അത് ഭീകരമായ അലിഗേഷൻ ചാർജസ്. അപ്പം ഇങ്ങനെ പോയാൽ പോരാ, ഒരു നിയോ ദ്രവീഡിനിസം വരണം. ഇപ്പം നിലവിലുള്ള കുടുംബാധിപത്യത്തെ മാറിയിട്ട് ഇവർ പറഞ്ഞു, എനിക്ക് ഈ ബിആറിനോടൊക്കെ പല കാര്യം വിയോജിപ്പുള്ള ഒരാളാണ്. എങ്കിൽ പോലും ആ ഒരു അണ്ണാദുരയുടെയൊക്കെ ആ ഒരു സത്ത ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആദർശാത്മകമായിട്ടുള്ള ദ്രവീഡിയൻ പൊളിറ്റിക്സ് വരണം ന്യൂ ജനറേഷൻ എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. രണ്ട് വേറെ ട്രെൻഡ് ഞാൻ കണ്ടെന്ന് വെച്ചാൽ അവിടെ തന്നെയുള്ള കുട്ടികളുടെ ഇടയിൽ ഈ ഒരു തരത്തിലുള്ള ഇന്ത്യ വിരോധമോ ഹിന്ദി വിരോധം എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ തമിഴ്നാട്ടിൽ. അത് മാറിയിട്ട് കുറച്ചും കൂടി ദേശീയമാകണം. കാരണം ഇവരെല്ലാം തന്നെ അങ്ങേയറ്റം ദേശീയ പാർട്ടി എന്ന് പറഞ്ഞാൽ കോൺഗ്രസും അതുപോലെ തന്നെ അതിലും വലിയ തീവ്ര വലതുപക്ഷം എന്ന് ഇപ്പോൾ അവർ പറയുന്നത് BJP ഒക്കെ ആയിട്ട് തരാതരം പോലെ സഖ്യം കൂടിയവരാണ്. എന്നിട്ട് അഴിമതി നടത്തിയിട്ടുണ്ട്, പല ഗവൺമെൻറ് മാറുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് കൂടുതൽ ദേശീയവും അതേസമയം തന്നെ കൂടുതൽ ദ്രവീഡിയവുമായിട്ടുള്ള ഐഡൻറ്റിറ്റിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു യുവതലമുറ എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസിൻ്റെ ഇടയിൽ തമിഴ്നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ റെപ്രസെൻറ്റ് ചെയ്ത് ആര് വരുമെന്നുള്ള കൺഫ്യൂഷനാണ്. അന്ന് ഞാൻ പറഞ്ഞ പേരുകൾ ഒന്നാണ് ഈ വിജയ്. പക്ഷേ വിജയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വിജയ് പേഴ്സണൽ ലൈഫിൽ അങ്ങനെ ഒരു വിജയുടെ അച്ഛൻ കൃത്യമായി പൊളിറ്റിക്സ് ഉള്ള വളരെ പ്രോഗ്രസീവ് സിനിമകൾ എടുത്ത ഒരാളാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും വിജയുടെ അവർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ട്. പക്ഷേ ഇപ്പോഴും വിജയുടെ പിന്നിൽ അച്ഛൻ്റെ സ്വപ്നങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. വിജയെ പറ്റി ഞാൻ പഠിച്ചപ്പോൾ വളരെ ഈ പറഞ്ഞ പോലെ ഇൻട്രാവേർട്ടായിട്ടുള്ള ഇങ്ങനെയുള്ള ജീവിതത്തിൽ ചില ദുരന്തങ്ങളൊക്കെ വന്ന സമയത്ത് വളരെ ഇങ്ങനെ മൗനിയായി നിന്നിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു വിജയ്.
വിജയുടെ സിനിമയെ നമ്മളെടുത്ത് സിനിമയ്ക്ക് അദ്ദേഹം ഫുൾ ഡെഡിക്കേറ്റഡ് ആണ്. പക്ഷേ സിനിമയുടെ പുറത്തുള്ള കാര്യങ്ങൾ വരുമ്പോൾ വിജയ് പലപ്പോഴും എടുത്തിട്ടുള്ള ഇത്തരം സമീപനങ്ങൾ, അപ്പം ഉദാഹരണം വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നല്ലോ, അവിടെ പണ്ട് വിജയ് കൊണ്ടു കൊടുക്കുന്ന അരിയോ സാരിയോ ഒക്കെ കൊണ്ടു കൊടുത്തത്, 2 വീട് വെച്ച് കൊടുത്തുകൂടായിരുന്നു, ജിനതിന് പൈസ ലേറ്റ് അല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. ആ ഒരു ഇമ്മച്യൂരിറ്റി വിജയ്ക്കുണ്ട്. പിന്നെ വിജയുടെ ഒരു പ്രശ്നം നെഗറ്റീവായിട്ട് പറയുന്നത് വെച്ചാൽ ഈ ഒളിച്ചോട്ടം. ഒന്നത് ഈ ഒളിച്ചോട്ടം എന്ന് പറയുന്നത് എങ്ങനെ വന്നതെന്ന് വെച്ചാൽ വിജയ്ക്ക് ഇത്തരം വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്ത് പരിചയമില്ല. ഇവിടെയാണ് നമ്മൾ സ്റ്റാലിനെയും പിണറായി വിജയനെയൊക്കെ നമിച്ചു പോകുന്നത്. കാരണം ഇങ്ങനെ വിഷയം വരുമ്പോൾ പിണറായി ആ ഫീൽഡിലുണ്ടാവും, അല്ല കൺട്രോൾ റൂമിലുണ്ടാവും. അപ്പം ഇദ്ദേഹം ഭരണ അധികാര സ്ഥാനത്തില്ലാത്തതുകൊണ്ട് അദ്ദേഹം കൺട്രോൾ റൂമിൽ ഇരിക്കാൻ പറ്റും. പക്ഷേ ഫീൽഡിൽ ഉണ്ടാകാമല്ലോ. മാധു പറഞ്ഞ പോലെ ജില്ലയിൽ ഉണ്ടാകാമായിരുന്നല്ലോ. അവിടെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇതികർത്തവ്യത മൂടനായി നിൽക്കുന്ന വിജയാണ് നമ്മൾ കണ്ടത്. 2, വിജയുടെ വിജയ് ഉൾപ്പെടെയുള്ള ഇങ്ങനെയുള്ള പുതിയ പൊളിറ്റീഷ്യൻസ് പലരും ഒരു സൈബോഗാന്ന് വിശ്വസിക്കുന്ന ആളാണ്. മാധു ഇപ്പം ഇരിക്കുന്ന പോലെ ഒരു കൺട്രോൾ ഇല്ലേ പിന്നിൽ, കൺട്രോൾ റൂമെന്ന്. അതേപോലെ ഇവിടെയൊക്കെ നല്ലൊരു ഉപദേശക ബന്ധമുണ്ട്. ഇവർക്ക് പോലും എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് വലിയൊരു പരാജയമാണ്. വിജയ്ക്ക് പരാജയം ഉണ്ടാകും, അത് വിജയുടെ പരാജയമാണ്. അപ്പോൾ മാത്രമല്ല, ഇങ്ങനെ ഒരു റാലി വരുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അതിനെ തകർക്കാൻ ശ്രമിക്കും. വിജയുടെ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ആദ്യത്തെ റാലി നടന്ന സ്ഥലത്ത് സുഹൃത്ത് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ദുരന്തത്തിന് മുമ്പേ ഇവർ പോലും പ്രതീക്ഷിക്കാത്ത അത്ര വലിയ ആൾക്കൂട്ടം ഉണ്ടായത്. ഇത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ആൾക്കൂട്ടം ഉണ്ടാകുമ്പോൾ എന്തും ചെയ്യാം. മാത്രമല്ല, വിജയ് 6 മണിക്കൂർ വൈകിയെത്തിയെന്ന് ഞാൻ കേട്ടത് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച്. അപ്പോൾ അത്രയും വൈകി ജനങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ. പണ്ട് എനിക്ക് വേണ്ട രാജീവ് ഗാന്ധിനെ കാണാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ബാപ്പാൻ്റെ കൂടെ പോയത്. നമ്മൾ രാവിലെ തന്നെ പോയി നിൽക്കുകയാണ്. രാജീവ് ഗാന്ധി പക്ഷേ 10-11 മണിയാകുമ്പോൾ വന്നു കേട്ടോ. 10 മണി 11 മണിക്ക് വന്നു. അവിടുത്തെ ആ ചൂടിൽ ജനങ്ങൾ വന്നു നിൽക്കുക. വിജയ്ക്ക് ഈ പറയുന്ന എന്തെങ്കിലും കമ്മിറ്റ്മെൻറ്റ് ആത്മാർത്ഥമായിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ എത്തി ഈ ചൂടത്ത് നിൽക്കുന്ന ജനങ്ങൾ നേരത്തെ വീട്ടിലേക്ക് പറഞ്ഞു വിടാനല്ലേ വിജയ് നോക്കേണ്ടത്. അവിടെയാണ് മാധു പറഞ്ഞ പോലെ അവസാനം ഗോട്ട് സിനിമയിൽ അദ്ദേഹം ഒരു ഗാലറിയിൽ നിന്ന് വേറൊരു ഗാലറിയിലേക്ക് ബൈക്ക് ചാടിക്കുന്നുണ്ട്. ഈ ബൈക്ക് ചാടിക്കുന്നതിന് പകരം എന്തെങ്കിലും അവിടെ ഗ്രാസ് റൂട്ട് ലെവലിൽ ചെയ്യാൻ പറ്റുമോ? അവിടെ വിജയുടെ ബേസിക് സംഭവം എന്താ? വിജയുടെ ഈ സ്ക്രീൻ ഇമേജാണ്. ഇന്നലെ നമ്മൾ കാണുന്നത് ആ സ്ക്രീൻ ഇമേജ് പൊളിയുന്നതാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഡിസ്കണ്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂത്ത് മിഡിൽ ക്ലാസ് സ്ത്രീകൾ തമിഴ്നാട്ടിലുണ്ട്. അവിടെ എസ്പെഷ്യലി ജയലളിത മരണത്തോടു കൂടി വലിയൊരു വാക്കുവം വന്നിട്ടുണ്ട്. ഇതിനെ ആര് അഡ്രസ്സ് ചെയ്യും എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ശരി, ശ്രീ പ്രതീഷ് അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാമോ? കേൾക്കാം. പ്രതീഷ്, ഇന്നിപ്പോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേട്ട ഒരു വിമർശനം എന്ന് പറയുന്നത് എന്തിനാണ് വിജയ് വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഇത്രയധികം ആളുകൾ ഈ തിക്കിത്തിരക്കി മരിച്ചു പോകാൻ മാത്രം പോന്നത്ര ആളുകൾ എത്തുന്നത് എന്നുള്ളതാണ്. അതിപ്പോൾ നമ്മൾ മലയാളികൾ ഇങ്ങനെ നമ്മുടെ ഒരു പ്രിവിലേജിൽ ഇരുന്നുകൊണ്ട് ഇതൊക്കെ പറയുമെങ്കിലും ഇവിടെയും പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ വരുമ്പോൾ, ഇപ്പോൾ സണ്ണി ലിയോൺ വരുമ്പോഴൊക്കെ നമ്മൾ വലിയ തിക്കും തിരക്കും കൂട്ടുന്ന സമൂഹമൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് വരുമ്പോൾ പോലും ചില ഗായകരൊക്കെ വരുമ്പോഴും നമ്മളും ഇതിൻ്റെയൊക്കെ ഭാഗം തന്നെയാണ്. ഇപ്പോൾ ഇരുന്ന് നമുക്ക് കുറ്റം പറയാം എന്നതിനപ്പുറത്തേക്ക് ഇത്രയധികം ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാളിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരുന്നത്? അതും ഈ ചൂടും വെയിലും ഒക്കെ കൊണ്ട് ഇത്രയധികം സഹിച്ച് ത്യാഗം സഹിച്ച് വിജയുടെ ഒരു റാലി കാത്തിരിക്കുന്ന ഒരു മനോനില ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അല്ല, അതിപ്പോൾ നമ്മൾ ഒരുപാട് വർഷമായി കണ്ടുവരുന്നത് പോലെ ഇപ്പോൾ കേരളത്തിൽ വിജയ് എന്ന് പറഞ്ഞൊരു നടൻ വരുമ്പോൾ ഉണ്ടാകുന്ന ക്രൗഡ് എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഓഡിയോ ലോഞ്ച് വയ്ക്കുമ്പോൾ പോലും സ്റ്റേഡിയത്തിൽ പുറത്ത് തന്നെ 30,000-40,000 ആൾക്കാർ തിക്കിതിരിഞ്ഞ് കൂടുന്നത് നമ്മൾ കാണുന്നതാണ്. ഇതേപോലെ സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മളും ഫേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ചെന്നൈയിലെ ഒരു ഓഡിയോ ലോഞ്ചിനും ഇതുപോലെ ശ്വാസം മുട്ടി ഗേറ്റൊക്കെ ചാടിക്കടന്ന് ഓരോ പരിപാടിക്ക് പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടാണ്. അപ്പോൾ അന്ന് അത്രയും പ്രൊട്ടക്ഷനൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ വിജയ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിലോട്ട് പോകുമ്പോഴും വിജയ് അല്ലാതെ ആവുന്നില്ല. പുള്ളിയോടുള്ള ആ ഒരു സ്നേഹം, സിനിമ കണ്ട് ഉള്ളൊരു സ്നേഹവും അത്രയും ഫാൻ ബേസും പൊളിറ്റിക്കൽ ലീഡർ ആകുമ്പോൾ കുറഞ്ഞിരുന്നില്ല. അപ്പോൾ പുള്ളിയെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ, കുട്ടികൾ ഉൾപ്പെടെ വയസ്സായ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, സ്റ്റിൽ കേരളത്തിലും ഉണ്ട്. അപ്പോൾ കേരളത്തിലായിരുന്നാലും തമിഴ്നാടായിരുന്നാലും അതിലേതൊരു സ്ഥലത്തായിരുന്നാലും മുക്കിലായിരുന്നാലും മൂലയിലായിരുന്നാലും വിജയ് ആരാധകർ ശക്തമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു നടനാണ് വിജയ്. അതൊരു TVK പാർട്ടിയുടെ തലവൻ എന്ന് പറയുമ്പോൾ അതിൽ ഒരു കുറവ് വരണമെന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ അറിഞ്ഞു വിജയ് എന്ന് പറയുന്ന ആൾക്കും വിജയ്യുടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരം പരിപാടികൾക്ക് മുമ്പ് തന്നെ വിജയും ഈ വിജയുടെ കൂടെ നിൽക്കുന്ന അണികളും സർക്കാരിനോട് പറഞ്ഞ മെയിൻ കാര്യം, ഞങ്ങൾ നോക്കിക്കോളാം, പക്ഷേ മക്കൾക്കുള്ള ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾ വളരെ നന്നായിട്ട് കൊടുക്കണം, അത് അവരെ നിങ്ങൾ നോക്കണം, അതിൻ്റെ കടമ നിങ്ങൾക്കാണ് എന്ന് ആവർത്തിച്ച് പല പ്രാവശ്യം പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഇന്നലെ ഉണ്ടായ ഒരു ദുരന്തം അത് നഷ്ടം തന്നെയാണ്. അതിന് ആർക്കും ഒരു ഇതില്ല, അത് നഷ്ടം തന്നെയാണ്. മരിച്ച കുടുംബങ്ങൾക്ക് അതൊരു തീരാ നഷ്ടം തന്നെയാണ്.
പക്ഷേ അതിൻ്റെ പഴി വിജയ് എന്ന് പറയുന്ന ഒരു നടനിലോട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവിലോട്ട് മാത്രം ഇടുന്നതിൻ്റെ ആ ഒരു ഇതെനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ വിജയ് എന്ന് പറയുന്ന ഒരു പാർട്ടി നേതാവ് ഈ ക്യാമ്പയിൻ അവസാനിച്ചാൽ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവായിട്ട് തുടരുമ്പോൾ ഇനി മക്കൾ എന്ന് പറയുന്ന ഒരാളെ ജനങ്ങൾ നേരിട്ട് കാണാൻ പോകുമ്പോൾ ഇത്തരം ക്രൗഡുകൾ അല്ലെങ്കിൽ ഇത്തരം ആൾക്കൂട്ടങ്ങൾ വരും. അപ്പോൾ വിജയ് പറയുന്നത് പോലെ വിജയുടെ പാർട്ടി വയ്ക്കുന്ന ഡിമാൻഡ് പോലുള്ള ഒരു പ്രൊട്ടക്ഷൻ ഗവൺമെൻറ്റിന് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വിജയിനെ തഴയാൻ ഇനിയും ശ്രമിച്ചാൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ശരിക്കും വീഴ്ച പറ്റുന്ന സർക്കാരിനാണ്. അപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ എന്നല്ലാതെ തന്നെ ഒരു വിജയ് എന്ന് പറയുന്ന ഒരാൾ ഒരു ഓഡിയോ ലോഞ്ച് വയ്ക്കുമ്പോൾ പോലും ഉണ്ടാകുന്ന ക്രൗഡ്, ഇപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് ലിയോ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ഒരു ഓഡിയോ ലോഞ്ച് സെപ്റ്റംബർ 30 ഉറപ്പിക്കുമ്പോൾ അവിടെ ഓഡിയോ ലോഞ്ച് പെർമിഷൻ കൊടുക്കുന്നില്ല, ഇത്രയും ആൾക്കാർ കൂടുമെന്ന് പറയും. അതിന് മുമ്പ് വെച്ച ബിഗിലിന് 30,000 ആൾക്കാർ പുറത്ത് ഉണ്ടായിരുന്നു. 30,000 ആൾക്കാർക്ക് അതായത് ടിക്കറ്റ് പാസ് കൂടുതലുണ്ടായിരുന്നു. ആ 30,000-ൽ ഒരാൾ നമ്മുടെ പയ്യനുമായിരുന്നു. അന്നും അവൻ ഇതേ സിറ്റുവേഷൻ ഫേസ് ചെയ്തതാണ്. മെർസൽ സമയത്ത് ഇതുപോലുള്ള ഓഡിയോ ലോഞ്ചിൽ ഞങ്ങൾ ഫേസ് ചെയ്തതാണ്. ശ്വാസം മുട്ടി ഞങ്ങൾക്ക് അപകടം ഉണ്ടാകുമോ എന്ന്, എനിക്ക് അപകടം ഉണ്ടാകുമോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് അത്രയും പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു, അന്ന് അത്രയും പോലീസ് ഉണ്ടായിരുന്നു, ആ ക്രൗഡിനെ നിയന്ത്രിക്കാൻ അത്രയും പോലീസ് ഉണ്ടായിരുന്നു. പക്ഷേ അതുപോലെ ഒരു സാഹചര്യമല്ല ഇന്നലെ ഉണ്ടായിരുന്നത് വ്യക്തമായി ഇതിൽ കാണുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ സുഹൃത്തുക്കളും നമ്മൾക്കറിയാവുന്ന ഒരുപാട് ആൾക്കാർ ഇന്നലത്തെ പരിപാടിയിലുണ്ടായിരുന്നു. അവരോട് പേഴ്സണൽ ചോദിച്ചറിഞ്ഞപ്പോൾ പോലും പോലീസുകൾ, അതായത് വിജയ് എന്ന് പറയുന്ന ഒരാൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് പവർ കട്ട് ഉണ്ടാകുന്നു. അപ്പോൾ പവർ കട്ട് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് വിജയ് പറയുന്നത് കേൾക്കുന്നില്ല. അപ്പോൾ ഇത്തരം ക്രൗഡുകൾ ബസ്സിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ബസ്സിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് അവിടെ ഒരു ശ്വാസം മുട്ടലുണ്ടാവും. അതിന് ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സ്ത്രീകളും കുട്ടികളും അവിടെ ഉണ്ട്. അപ്പം അവർക്ക് അപകടം പറ്റുന്നത് അതിൻ്റെ ഇടയിൽ കൂടി പോലീസ് എന്തിന് ലാത്തി ചാർജ് വീശുന്നു എന്നുള്ളൊരു ചോദ്യവും അവിടെ പരിപാടിക്ക് കൂടി ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ളതാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? പക്ഷെ അവിടെ പവർ കട്ട് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ മരത്തിൽ കയറിയ ആളുകൾ തന്നെ ഇലക്ട്രിക് പോസ്റ്റുകളിലേക്ക് അടക്കം വലിഞ്ഞു കയറിയിട്ടുണ്ടായിരുന്നു അത്രേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ മരം പോലും ഒടിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ട്. വലിയ ദുരന്തം കൂടി ഉണ്ടാകാതെ പോയത് ഒരുപക്ഷെ ഈ പവർ കട്ട് കൊണ്ടാണ് എന്നതുകൂടി പറയുന്നത് കേൾക്കുന്നു. അല്ല, കഴിഞ്ഞ എല്ലാ പരിപാടികൾക്കും പവർ കട്ട് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ എല്ലാ പരിപാടികൾക്കും ഓരോ തടസ്സം ഉണ്ടായിട്ടുണ്ട്, പവർ കട്ട് ഉണ്ടായിട്ടുണ്ട്. ഏത് പരിപാടി ഇപ്പോൾ കഴിഞ്ഞ 3 നാഗപട്ടണത്തും തൃച്ചിയിലും ഈ കഴിഞ്ഞ 3 പരിപാടികൾ വെച്ചപ്പോൾ പവർ കട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വിജയുടെ അണികൾ അല്ലെങ്കിൽ കാണാൻ വന്നവരുടെ അപായം കൊണ്ടാണെന്ന് ഞങ്ങൾ പറയാൻ വിശ്വസിക്കുന്നത്. അത് മാത്രമല്ല, ഇന്നലെ തന്നെ അപകടത്തിൽപ്പെട്ട ഒരു സ്ത്രീ ന്യൂസിൽ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഇങ്ങനെ അപകടം പറ്റുന്നു. അതേ സ്ത്രീ തന്നെയാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്നത്. അത് സെയിം ആൾ അറ്റ് എ ടൈം പോയി ന്യൂസ് വരുമ്പോൾ കിടന്ന് സംസാരിക്കുകയും അതേ സെയിം ആൾ തന്നെയാണ് പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ആ അപകടം നടക്കുന്നതിന് മുമ്പ് 10-12 ആംബുലൻസ് വെറുതെ പോകുന്നുണ്ടെന്ന് അവിടുത്തെ ആൾക്കാർ, അതായത് TVKയുടെ അണികളല്ലാത്ത ആൾക്കാർ പോലും അവിടെ വിജയിനെ കാണാൻ വന്ന സാധാരണ സ്ത്രീകളായ ആൾക്കാർ പോലും പറയുവാണ് ഇത്തരം ആംബുലൻസ് എന്തിനു പോകുന്നു എന്നുള്ളത് അവരുടെ സംശയമാണ്. അധികം ആളുകൾ പെർമിഷൻ വാങ്ങി നടപ്പിലാക്കുന്ന ഒരു പരിപാടിയാണല്ലോ. അവിടെ ഇത്ര അധികം ആളുകളെ വിചാരിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ പറയുന്ന ആംബുലൻസുകൾ അടക്കമുള്ള സൗകര്യങ്ങൾ പോലീസ് ഒരുക്കണം. ആ പ്രദേശത്ത് അത് ഉണ്ട് എന്ന് ഉറപ്പാക്കണം. അതൊക്കെ അതിന്റെ അതെ. അപ്പോൾ പോലീസ് ഒരുക്കുമ്പോൾ അത്രയും ആൾക്കാർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് അതെ ശരിയാണ്. ഓക്കെ, ആംബുലൻസ് പോയത് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതാണ്. പക്ഷെ അതുപോലെ തന്നെ ആ അത്രയും ആൾക്കാരുടെ പ്രൊട്ടക്ഷൻ നോക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്, അത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഈ പാർട്ടി കൂടുന്ന മീറ്റിങ്ങിനും ക്യാമ്പയിനും മാത്രം എന്തുകൊണ്ട് പോലീസിന്റെ പ്രൊട്ടക്ഷൻ കുറയ്ക്കുന്നു? ബാക്കി പാർട്ടികൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു 1000 പേര് കൂടുന്ന സ്ഥലത്ത് പോലും 1000 പോലീസിന് അത് തന്നെയാണ്. ഞാൻ വരാം പ്രതീക്ഷ അങ്ങിലേക്ക്. ഇതുമായി ബന്ധപ്പെട്ട് വിജയ് തന്നെ കഴിഞ്ഞ ദിവസം നടത്തിയ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് നടത്തിയൊരു പ്രതികരണം നമ്മുടെ കൈവശമുണ്ട്, അതൊന്ന് കേൾക്കാം. என்ன நாங்க பெருசா கேட்டுட்டோம்? மக்கள் வந்து நிம்மதியா ஃப்ரீயா நின்று பார்க்கறதுக்கு ஒரு இடம், அதை நாங்க தேர்வு செஞ்சு அதுக்கு பர்மிஷன் கேட்கிறோம். ஆனா நீங்க என்ன பண்றீங்க? அந்த இடத்தையெல்லாம் விட்டுட்டு நெருக்கடியோட, மக்கள் நெருக்கடியோட எங்கெல்லாம் நிப்பாங்களோ அந்த இடமா பார்த்து செலக்ட் பண்ணி தரீங்க. உங்க எண்ணம் தான் என்ன சார்? തിരികെ വരാൻ പ്രതീക്ഷ ഞാൻ അങ്ങയിലേക്ക്. ഇപ്പോൾ നമ്മളോടൊപ്പം ശ്രീ CG രാജേന്ദ്ര ബാബു ഉണ്ട്. അദ്ദേഹം തമിഴ് സിനിമാ പ്രവർത്തകനും തിരക്കഥാകൃത്തും ഒക്കെയാണ്. ശ്രീ രാജേന്ദ്ര ബാബു, ഇതിപ്പോൾ ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായി എന്നുള്ളത് തമിഴകത്തിലെ വോട്ടിന്റെ പാറ്റേണിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കും എന്നൊന്നും പറയാനുള്ള ഘട്ടമായിട്ടില്ല. 2026 തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കും എന്നതും പറയാനായിട്ടില്ല. പക്ഷേ ഉത്തരവാദിത്തം എന്ന് പറയുന്ന ഒരു കാര്യം, എങ്ങനെ പെരുമാറി എന്നത് സംബന്ധിച്ച വിമർശനങ്ങൾ വിജയ്ക്ക് നേരെ വലിയ തോതിൽ ഉണ്ടാകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ TVK ഉയർത്തുന്ന ഒരു വലിയ വിമർശനം എന്ന് പറയുന്നത്, ഇപ്പോൾ വിജയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമ്മൾ കേട്ടതുപോലെ ഇതിനൊരു ഗൂഢാലോചന, ആളുകൾ കൂടി ഒരു ദുരന്തമുണ്ടാകുമെന്ന്
കോടതി തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ്. അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്ന വിമർശനം കൂടി ഉന്നയിക്കപ്പെടുന്നുണ്ട്. ശ്രീ ജി രാജേന്ദ്രബാബു, അങ്ങേക്ക് കേൾക്കാമോ? സാങ്കേതിക പ്രശ്നമുണ്ട്, അങ്ങേലേക്ക് വരാം. ശ്രീ എസ് രാജേന്ദ്രബാബു, അങ്ങേക്ക് കേൾക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിനൊരു പൊളിറ്റിക്കൽ ഗൂഢാലോചന നടക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? കഴിഞ്ഞ ദിവസം DMK പറഞ്ഞത് വിജയ് എന്ന പേര് പോലും മിണ്ടേണ്ടതില്ല എന്നാണ്. വിജയ്ക്ക് അങ്ങനെ ഉണ്ടായി വരുന്ന തെരഞ്ഞെടുപ്പിനെയൊക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന വലിയ ആരാധക വൃന്ദത്തെ, വോട്ടിലേക്ക് പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന അണികളുടെ വലിയ ഒരു ഗ്രൂപ്പിനെയൊക്കെ DMK മനസ്സിലാക്കി തുടങ്ങിയിരുന്നോ? സത്യത്തിൽ അങ്ങനെ തന്നെ വേണം നമ്മൾ കരുതാൻ. കാരണം എന്തായാലും വിജയുടെ മുന്നേറ്റം ഭരണകക്ഷിയായ DMKക്കെതിരെയുള്ള ഒരു വലിയ വെല്ലുവിളിയായി തന്നെയാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. അത് രാഷ്ട്രീയത്തിന് പുറത്തായാലും അകത്തായാലും ഉള്ള എല്ലാവരും അത് കാണുന്നുണ്ട്. അപ്പോൾ വിജയുടെ ഒരു ജനമുന്നേറ്റം അല്ലെങ്കിൽ ഇത്ര വലിയ ഒരു സമ്മേളനം അത് സുഗമമായും ഭംഗിയായും നിറവേറ്റപ്പെടുക എന്ന് പറയുന്നത് എതിർകക്ഷിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇതിനെ ഭയക്കുന്നവർ തീർച്ചയായും അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതിന് വിരുദ്ധമായോ അതിന് തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിലൊരു സാഹചര്യം മുൻകൂട്ടി കാണാനും അവർക്ക് കഴിയാതിരിക്കില്ല. അപ്പം അങ്ങനെ ഒരു തരത്തിൽ അത് അലങ്കോലപ്പെട്ടു പോകുന്നെങ്കിൽ ആ ഒരു പഴി കൂടി വിജയിയുടെ മേൽ അടിച്ചേൽപ്പിക്കാം എന്നൊരു ചിന്താഗതി വന്നുകൂടുന്നില്ല. കാരണം വിജയിയുടെ ആരാധക വൃന്ദം അത്ര ശക്തമാണ്. അത് തന്നെയാണല്ലോ പൊളിറ്റിക്കലി അവരെ ഭയപ്പെടുത്തുന്ന ഘടകവും. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ വിജയ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ വലിയ ഒരു ജനാവലിയെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരിടം കൊടുക്കുന്നതിന് പകരം വളരെ ഇടുങ്ങിയ ഒരു ഏരിയ അതിനുവേണ്ടി അനുവദിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഇത്തരം ബുദ്ധിമുട്ടുകളും അത് തുടർന്ന് അതൊരു വലിയ ദുരന്തമായും ഒക്കെ മാറാനുള്ള സാധ്യത നമ്മുടെ ഭരണ സംവിധാനം നേരത്തെ കൂട്ടി മനസ്സിലാക്കേണ്ടതായിരുന്നു. ശ്രീ എസ് രാജേന്ദ്രൻ, മാത്രമല്ല ഇതിപ്പോ ഈ താമസിച്ചതൊരു വലിയ ഘടകമാണ് എന്ന വിമർശനം ഉണ്ടാകുമ്പോൾ സാഹചര്യം രാവിലെ 8:45 മുതൽ അല്ലെങ്കിൽ രാവിലെ 8 മണി മുതലൊക്കെ തന്നെ അവിടെ വലിയ തിരക്കുണ്ടായിരുന്നു. അത് മണിക്കൂറുകൾ പിന്നിടുകയും ആളുകളുടെ ബാഹുല്യം ഉണ്ടാവുകയും ചെയ്യുന്നത് പോലീസുകാർ കണ്ടുകൊണ്ടേ നിൽക്കുകയാണ്. അപ്പൊ അതിൽ ആവശ്യത്തിനുള്ള മുൻകരുതലുകൾ എടുക്കുക എന്ന് പറയുന്ന സംവിധാനത്തിൽ പ്രവർത്തിക്കാനുള്ളൊരു സമയം കൂടി കിട്ടിയിട്ടുണ്ട് അവിടെ. അതെ, അപ്പോഴും അത് വേണ്ടുന്ന ഒരു നടപടിയും അവർ സ്വീകരിച്ചിരുന്നില്ല എന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും അലങ്കോലപ്പെട്ട് പോവുകയാണെങ്കിൽ അത് ആർക്ക് ഗുണം ചെയ്യുന്നു എന്ന ഒരു ഘടകം ഉണ്ടല്ലോ. വിജയുടെ ആ മുന്നേറ്റവും ആ രാഷ്ട്രീയ പ്രവേശത്തിൻ്റെ തയ്യാറെടുപ്പും അതിന് ഏത് തരത്തിലെല്ലാം തടസ്സങ്ങൾ സംഭവിക്കാം, സ്വാഭാവികമായോ അല്ലെങ്കിൽ കരുതിക്കൂട്ടിയോ ചെയ്യാവുന്ന ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം വിജയ് അത്രത്തോളം ശക്തനാണ് ആരാധകരുടെ കാര്യത്തിൽ. അപ്പോൾ ഈ സാഹചര്യത്തെ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനൊരു ദുരന്തത്തിൽ പര്യവസാനിക്കുന്നിടത്തേക്ക് പോയതിൽ ഭരണകൂടത്തിന് പങ്കില്ല എന്ന് ആരും പറയില്ല എന്നാണ്. ശരി, ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ CG രാജേന്ദ്രബാബു, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. ശരി, ശ്രീ CG രാജേന്ദ്രബാബു, പക്ഷേ ശരിയാണ്, സംവിധാനത്തിന്, പോലീസിന്, സർക്കാരിന്, ലോക്കൽ ഗവൺമെന്റിന് ഇതിനൊക്കെ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. പക്ഷെ അതേസമയം തന്നെ സംഘാടകർക്കും ഉത്തരവാദിത്തമുണ്ട്. അവരുടെ കൺമുന്നിലാണ്, അവർ സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്കാണ് ഇത്രയധികം ആളുകൾ വരുന്നത്. അവർക്ക് സമയത്തിന് വെള്ളം കൊടുക്കുക, അവർക്ക് സമയത്തിന് ഭക്ഷണം കിട്ടുന്ന സാഹചര്യം ഉണ്ടാവുക, അധികം തിരക്ക് വരികയാണെങ്കിൽ അത് നിയന്ത്രിക്കാനുള്ള സംവിധാനം ഉണ്ടാവുക, ഇനി അധികം തിരക്ക് വരികയാണെങ്കിൽ അതിനുള്ളിലേക്ക് കാരവാൻ ഓടിച്ച് കയറാതിരിക്കുക അങ്ങനെയുള്ള കുറച്ച് മിനിമം കാര്യങ്ങളുണ്ടല്ലോ.
അതുപോലും സംഘടിപ്പിക്കപ്പെടാതെ പോയത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഒരു വലിയ നേതാവ്, ഒരു നായകൻ, കുറച്ച് അണികൾ എന്നതിനപ്പുറത്തേക്ക് ഇതിന്റെ പ്രായോഗിക തലത്തിലുള്ള ഒരു മുൻകരുതലുകളും മുന്നറിയിപ്പുകളും കൈക്കൊള്ളാതെ പോകുന്നത് എങ്ങനെയാണ്? അല്ല, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. വിജയിനെ സംബന്ധിച്ചിടത്തോളം വിജയിന് ഒരു ഗ്രൗണ്ട് മാനേജ് ചെയ്യാനുള്ള ഒരു ഫോഴ്സ് ഇപ്പോഴും TVK എന്ന് പറയുന്ന പാർട്ടിക്ക് ഇല്ല. AIDMKക്കോ DMKക്കോ ഈവൻ കോൺഗ്രസിന് പോലുമോ ഉള്ളതുപോലെ ഡിസ്ട്രിക്ട് ലെവലുകളിൽ, പ്രാദേശിക ലെവലിൽ ഗ്രൗണ്ട് മാനേജ് ചെയ്യാനും ക്രൗഡ് മാനേജ് ചെയ്യാനുമുള്ള ഒരു ഫോഴ്സ്, അതിന് വേണ്ട പ്രോപ്പറായി മാനേജ് ചെയ്യാനുള്ള ആ സെറ്റപ്പ് ആ പാർട്ടിക്ക് ഇതുവരെ ആയിട്ടില്ല. അതിൻ്റെ വലിയ ആ ഡെഫിഷ്യൻസി, ആ കുറവിൻ്റെ വലിയ ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി. പക്ഷേ നേരത്തെ പാനലിസ്റ്റുകൾ സൂചിപ്പിച്ചതുപോലെ വില്ലൻ ആയി മാത്രം ഇപ്പം ഈ വിജയ് എന്ന് പറയുന്ന നടനെ മാത്രം നമ്മൾ വില്ലനായി കാണുന്നതിലും അർത്ഥമില്ല. 50,000 പേർക്കാണ് ആവശ്യപ്പെട്ടിരുന്നത് എന്നും ഞങ്ങൾ 50,000 പേർക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ പോലീസിന്, അധികാരികൾക്ക്, ലോക്കൽ അഡ്മിനിസ്ട്രേഷന് ഒരു വലിയ ബാധ്യതയുണ്ട്. വിജയിൻ്റെ ക്രൗഡ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇരട്ടിയോ വരും എന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഒരു തയ്യാറെടുപ്പ് തീർച്ചയായിട്ടും പോലീസിൻ്റെ ഭാഗത്തു നിന്ന്, അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതായിരുന്നു. അതോടൊപ്പം ഇപ്പോൾ പറഞ്ഞതുപോലെ ബേസിക്കായ അമ്യൂണിറ്റീസ് പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സത്യവുമാണ്. എന്ന് കരുതി വിജയിനെ നമ്മൾ എഴുതിത്തള്ളാൻ നോക്കുകയില്ല. നേരത്തെ സൂചിപ്പിച്ചല്ലോ, 2026 വോട്ടിംഗ് പാറ്റേണിനെയൊക്കെ ഇത് ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ വിജയനെ എഴുതിത്തള്ളാൻ ഒരിക്കലും ഈ ഒരു സംഭവത്തിലൂടെ കഴിയും എന്ന് എനിക്ക് അഭിപ്രായവുമില്ല. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. DMKയുടെ കേരള സ്റ്റേറ്റ് സെക്രട്ടറി ശ്രീ KR മുരുകേശൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മുരുകേശൻ, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. മുരുകേശൻ, ഇപ്പോൾ കുറച്ചു മുമ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം വിജയ് പൊതുസമൂഹത്തിൽ നിന്ന് ഒരു പബ്ലിക് ചടങ്ങിനിടയിൽ പറയുന്നൊരു കാര്യം, അതായത് അവിടെ ഒരു ആൾക്കൂട്ട ബഹളം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു നല്ല സ്ഥലം പോലും മീറ്റിങ്ങിനായി അനുവദിക്കപ്പെടുന്നില്ല എന്നുള്ളത് പറയുന്നു. ഇപ്പൊ ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം DMKയുടെ നേതാക്കൾ അവിടേക്ക് എത്തുന്നത്, മുഖ്യമന്ത്രി അടക്കം അർദ്ധരാത്രിയിൽ മീറ്റിങ്ങുകൾ ചേരുന്നത്, ഒരു വാർ റൂമിൽ വന്നിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, കൺട്രോൾ റൂമിൽ വന്നിരിക്കുന്നത്, നിർദ്ദേശങ്ങൾ നൽകുന്നത്, പോലീസ് അഹോരാത്രം പണിയെടുക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ വളരെ മാതൃകാപരമാണ്. പക്ഷേ ആ പണിയുടെ, ആ ഉത്തരവാദിത്തത്തിന്റെ എന്തെങ്കിലും ഒരു ഭാഗം ഒരു സ്റ്റേറ്റ്, ഒരു മിഷണറി എന്ന നിലയ്ക്ക് ചെലവഴിച്ചിരുന്നെങ്കിൽ എന്നൊരു ചോദ്യം സ്വാഭാവികമായും നേരിടേണ്ടതല്ലേ? മാഡം നമസ്കാരം. നിങ്ങൾ പറയുന്നത് തെറ്റാണ്. ഇപ്പൊ ഞാൻ കുറച്ചു മുമ്പാണ് ഇതിൽ കണക്ട് ആയെങ്കിലും അവർ പറയുന്നത് ഞാൻ കേട്ടപ്പോൾ ഇത് ഒന്നും സത്യമല്ല. ഇത് നടന്നതെന്ന് വെച്ചാൽ ഇത് വെൽ പ്ലാൻഡ് എന്ന് വെച്ചാൽ ഇത് മനഃപൂർവ്വം ഈ പറയുന്ന ആള് അതിന്റെ ഈ TVKയുടെ ഒരു നേതാവ് ചെയ്ത കാര്യമാണ്. ഇന്നലെ 8:45 നാമക്കലിലെ മീറ്റിംഗ് ആണ് അവർ ഡിക്ലെയർ ചെയ്തത്. പക്ഷെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ 8:40 ശരിയാണ്. അത് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് കയറി, പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ജനങ്ങളെ രക്ഷിക്കണം. നമുക്ക് ഫാൻസ് ആണ് അവർ. ഇവർക്ക് ഇതെന്ന് വെച്ചാൽ ഇതൊരു പാർട്ടി അല്ലത്. അത് എന്ന് വെച്ചാൽ ഇത് പാർട്ടി എന്ന് പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ അതിൽ പകുതി ആൾക്കാർക്ക് മുകളിൽ വോട്ടില്ലാതെ ഒരു കൊച്ചു പയ്യന്മാരാണ്, ഒരു വിവരം അല്ലാതെ ഒരു പയ്യന്മാരാണ് അവര്. അപ്പൊ അവരെ നമുക്ക് കറക്റ്റ് ആക്കി എടുക്കണമെങ്കിൽ ഇവർ കറക്റ്റ് സമയത്തിന് എത്തിയിരിക്കണമായിരുന്നു. ഇവരെ കാണാനാണ് വരുന്നത്, അല്ലാതെ ഇവർ പറയുന്നത് കേൾക്കാനോ ഇല്ല വേറെ എന്തെങ്കിലും പറയാനോ ഇവർക്ക് വോട്ടിടാനോ വരുന്ന ആൾക്കാരല്ല. അത് ജസ്റ്റ് ഒരു നടൻ, അവരെ കാണണം. ആ രീതിയിലാണ് ഇവർ ഈ പയ്യന്മാരെല്ലാവരും കൂടെ അങ്ങോട്ട് വരുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ 4-5 മണിക്കൂർ താമസിച്ച് പിടിച്ച് നിർത്തിയിട്ട് ശരി അപ്പോഴെങ്കിലും ഇവർക്ക് തോന്നണം അടുത്ത ഒരു മീറ്റിംഗ് പോകണം. അപ്പൊ നമുക്ക് സമയമായി. ഇപ്പൊ ഇവരുടെ മീറ്റിംഗിൽ വെച്ചാൽ ഈ ഒരു നടനെ കാണുന്ന രീതിയിൽ ഈ കൊച്ചു പിള്ളേരെ എടുത്തോണ്ട് വരുന്നു, ഗർഭിണികൾ വരുന്നുണ്ട്, പ്രായ ആൾക്കാർ വരുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ നടനെ കാണാൻ ഇപ്പൊ ഇവിടെ മമ്മൂട്ടി സാറോ അല്ല മോഹൻലാൽ സാറോ വരുമ്പോ എല്ലാവരും പോകാമല്ലോ. അതുപോലെയാണ് വരുന്നത്. അല്ലാതെ ഇത് രാഷ്ട്രീയമായിട്ട് വരുന്ന കൂട്ടം അല്ലത്. അത് തിരക്കൊന്നും അല്ല. അപ്പൊ ഇവർ മനഃപൂർവ്വം ഇത് കളഞ്ഞിട്ട് നാമക്കലിൽ ഇരുന്ന് അങ്ങോട്ട് പോയപ്പോ ഇവർ കാറിൽ പോയിട്ട് ആ സ്പോട്ടിൽ പോയിട്ട് ഇവരുടെ ബസ് കയറിയാൽ മതിയാക്കുന്ന ഇവർ മനഃപൂർവ്വം ഇവർക്ക് ഒരു വലിയ ഗമ കാണിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ആ ബസ്സിലാണ് ഇവിടുന്ന് പോകുന്നത് സ്പീഡിൽ പോകത്തില്ല. പോലീസ് ഇവർക്ക് ആവശ്യത്തിന് അധികമായിട്ടുള്ള പോലീസ് കൊടുത്തു. അതുപോലെ ഇപ്പൊ കുറച്ച് മുമ്പ് അവർ പറഞ്ഞ ഇത് മീറ്റിംഗിന്റെ സ്ഥലം നമ്മളാണ് കൊടുത്തത്. നമ്മൾ കൊടുത്തിട്ടില്ല, നമ്മുടെ ഗവൺമെന്റ് കൊടുത്തതല്ലേ. ഇവർ 3 സ്ഥലം കാണിച്ച് അതിൽ ഏറ്റവും കൂടിയ ഒരു സ്ഥലമാണ് ഇവർക്ക് കൊടുത്തത്.
3 സ്ഥലം ഇവരാണ് ഇത് റെഡിയാക്കിയത്. അതിനകത്ത് ഒരെണ്ണം നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്ത്. അപ്പൊ അതിനകത്ത് ഇത് ഇത്രയും പ്രശ്നങ്ങൾ വരാൻ കാരണം എന്ന് വെച്ചാല് ഈ 60 അടി എന്ന് വെച്ചാൽ 30-60 അടി റോഡ് ഉള്ള സ്ഥലത്ത് ഇവര് അപ്പുറം 10 അടി ഇപ്പുറം 3 മീറ്റർ വിട്ടിട്ടാണ് ഇവർ ഫ്ലക്സ് വെച്ച് കംപ്ലീറ്റ് അത് തടഞ്ഞു നിർത്തി. അതാണ് ഇത്രയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം. അപ്പൊ ഇങ്ങനെ ഒരു തിരക്ക് വന്ന സമയത്ത് ആൾക്കാർക്ക് അതിനകത്ത് കയറി പോകാനും പറ്റില്ല. ഇടയ്ക്ക് കറണ്ട് നമ്മൾ ഓഫ് ചെയ്തില്ല. നേരത്തെ സംസാരിച്ച പുള്ളി പറഞ്ഞ് നമുക്ക് വേദാരണ്യത്ത് നാഗപട്ടണത്ത് കറണ്ട് ഓഫ് ചെയ്തെന്ന്. അതിന്റെ ലെറ്റർ കേട്ട് ഇപ്പൊ എല്ലാ ഫേസ്ബുക്കിലും എല്ലാ ഇതിലും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇവര് ഇതുപോലെ വിജയ് സംസാരിക്കുമ്പോൾ നമ്മുടെ ആൾക്കാർ മണ്ടയിൽ കയറി നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ കറണ്ട് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവർ ലെറ്റർ കൊടുത്തു. അതുകൊണ്ടാണ് അവർ പവർ കട്ട് ചെയ്തത്. അല്ലാതെ ഇത് സംസാരിക്കുന്ന വെച്ചാൽ ഇവർക്ക് ഈ ഇക്കരയ്ക്ക് അക്കരെ പച്ചെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അല്ലാതെ അവർ പ്രാക്ടിക്കലായിട്ട് നടക്കുന്നതൊന്നും ഇവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതാണ് ഞാൻ അറിയുന്നത് ഇതുവരെ. ശരി, അല്ല ഈ പറയുന്ന ആ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെയാണ് ഈ യോഗം നടക്കുന്നത് എങ്കിൽ അത് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാമല്ലോ. ശരിയാണെന്ന് പറയുന്നത് തമിഴകത്തിന്റെ രാഷ്ട്രീയം വേറെയാണ്. വിജയുടെ ഒരു റാലി റദ്ദാക്കാനുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും രാഷ്ട്രീയമായി തന്നെയാണ് ഉപയോഗിക്കപ്പെടുക എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും സുരക്ഷാ ക്രമീകരണങ്ങൾ പ്രത്യേകിച്ച് കോടതി അടക്കം, ശ്രീ മുരുകേശൻ, ഇപ്പൊ കോടതി അടക്കം ഇതിൽ ഒരു ദുരന്തമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അപ്പൊ പോലീസിന് അവിടെ പ്രവർത്തിക്കാൻ കഴിയില്ലേ? ഇല്ല, ഇരുന്നിട്ട് ഇത്രയും ജനക്കൂട്ടത്തെ ഈ പോലീസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ? അതിപ്പോ വേണ്ട നമ്മൾ ആയിക്കഴിഞ്ഞാൽ അത് നെഗറ്റീവായിട്ട് മാറുമല്ലേ? അവരെല്ലാം ദേഷ്യപ്പെട്ട് ഇതിനപ്പുറം നമുക്ക് ഇപ്പൊ 40 പേരാണ് മരിച്ചത്, അപ്പൊ 150 പേർ മരിച്ചാണ്. അത് ഭയങ്കര വിഷയമായിട്ട് മാറും. അത് വലിയ പ്രതിഷേധം ഉണ്ടാകും അല്ലേ? പിന്നെ അതുപോലെ ഇത് ഇങ്ങനെ ഒരു എന്ന് വെച്ചാൽ 8 മണിക്കൂർ ഈ പാവപ്പെട്ട പെണ്ണുങ്ങള് ഈ കൊച്ചു പിള്ളേരെ വെച്ചോണ്ട് ആഹാരം കഴിക്കാതെ എങ്ങനെ ആയിരിക്കും? അവർക്ക് വെള്ളം പോലും കൊടുത്തില്ല അവര്. അവിടുത്തെ ഈ കറണ്ട് ഓഫ് ചെയ്തെന്ന് പറഞ്ഞത് കറണ്ട് നമ്മൾ ഓഫ് ചെയ്തിട്ടില്ല. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കുതിച്ചതില് വയർ കട്ടായി ജനറേറ്റർ ഓഫ് ആയതാണ്. അതുകൊണ്ട് ഫോക്കസ് ലൈറ്റ് മാത്രമാണ് ഓഫ് ആയി പോയത്, ബാക്കി ലൈറ്റ് ഒന്നും ഇതല്ലാതെ പോയില്ല. പിന്നെ ഇങ്ങനെ വിജയ് അപ്പാട് സംസാരിക്കുന്നത് ഒരു 4-5 വാക്ക് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ 1-2 പേര് മയങ്ങി വീഴുന്നത് കണ്ടപ്പോ ഇയാൾ എന്ത് ചെയ്ത് ടപ്പെട്ട ഇങ്ങനെ കയറി ഇവർ കാർ കയറി ഓടിക്കളഞ്ഞു. ഒരു സംഭവം ഇത്രയും സംഭവിച്ചിരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി ഇത്രയും നമുക്ക് അവിടെ രാത്രി പോയി കിടന്നതിന് ശേഷം ഇവർക്ക് അറിഞ്ഞിട്ട് അവർ നേരെ സെക്രട്ടേറിയറ്റ് പോകുന്നുണ്ട്. അവിടെ അഫീസിയലുമായിട്ടും മന്ത്രിമാരുമായിട്ടും ചർച്ച നടത്തുന്നുണ്ട്. അത് കളഞ്ഞിട്ട് നമുക്ക് ഇനി എന്താ ശരിയാവില്ല, നമുക്ക് ഉടൻ തന്നെ പോകണം. ഇതിന് ഇടയ്ക്ക് തന്നെ അപ്പുറം ഇപ്പുറം ഉള്ള 4-5 കളക്ടർമാരും എല്ലാവരും അങ്ങോട്ട് അയച്ചിട്ടുണ്ട്, ADGP അയച്ചിട്ടുണ്ട്, അവിടെ ഉള്ള ഡോക്ടേഴ്സ് എല്ലാവരും അയച്ചിട്ടുണ്ട്, അപ്പുറം ഇപ്പുറം ഉള്ള മന്ത്രിമാർ 2-3 ജില്ലയിലുള്ള മന്ത്രിമാർ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഇത് എല്ലാം അവർ ചെയ്തിട്ട് പോലും അവർക്ക് വീട്ടിൽ ഇരിക്കാൻ അവർക്ക് മനസ്സ് വന്നില്ല. അവരുടെ ജനങ്ങളാണ്, അവരെ വിശ്വസിച്ച് വോട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഈ തമിഴ്നാട് എന്ന് വെച്ചാൽ ഇന്ന് മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ സാറിന്റെ ഒപ്പം നിൽക്കുന്ന വെച്ചാൽ അതാണ് കാരണം. അവർ അത്രയ്ക്ക് ആളുകളെ രക്ഷപ്പെടുത്തുന്നുണ്ട്, അവരെ വിശ്വസിക്കുന്നുണ്ട്. ഇന്നിപ്പോ അവർ പോയതിനു ശേഷമാണ് ഇതെല്ലാം ആയത്. അത് അത്രയ്ക്കും അവർ ഒരു കടപ്പാടുള്ള ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി. അവർ രാത്രി മൊത്തം ഉറങ്ങാതെ പാതി രാത്രിയിൽ വന്ന് ഇറങ്ങി അവർ നേരെ ഹോസ്പിറ്റലിൽ പോയി. ഇപ്പൊ ഇതുവരെ അവിടെ നിൽപ്പുണ്ട്, ഇതുവരെ അവിടെ നിന്ന് മാറിയിട്ടില്ല. നമ്മുടെ ഉപമുഖ്യമന്ത്രി ഇവിടെ നിന്ന് ദുബായി പോയി ഇറങ്ങി അതുവഴി തന്നെ നേരെ തിരിച്ചിവിടെ വന്ന് ശരിയാണ്. അവിടെ 1 മിനിറ്റ് പോലും നിന്നില്ല. അവർ ഉടൻ തന്നെ ഇത് കേട്ടപ്പോൾ തന്നെ അവർ ഇങ്ങനെ തിരിച്ചു വന്ന്. അതുപോലെ എല്ലാ മന്ത്രിമാരും എല്ലാ കളക്ടർമാരും എല്ലാ ഡോക്ടേഴ്സ്മാരും അപ്പുറപ്പുറമുള്ള ഡിസ്ട്രിക്റ്റിലുള്ള കളക്ടർമാർ എല്ലാം അത്ര സിൻസിയർ ആയിട്ട് നിൽക്കുന്നുണ്ട്. ശരി, ഞാൻ വരാം ശ്രീ കെ ആർ മുരുകേശൻ, അങ്ങയിലേക്ക് വരാം. ശ്രീ ഫക്രുദ്ദീൻ അലി, അദ്ദേഹം പറഞ്ഞൊരു കാര്യം ശരിയാണ്. ഉദയനിധി സ്റ്റാലിൻ രാഷ്ട്രീയ പ്രവർത്തനത്തെ കുറിച്ച് ഈ പറയുന്ന വലിയ മതിപ്പൊന്നും പലരും പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷെ അദ്ദേഹം ഒരു വിദേശയാത്ര നിർത്തി തിരികെ വരികയാണ് അവിടേക്ക്. ചെയ്യാൻ കഴിയുന്നതെല്ലാം രാത്രിയെന്ന് ഗൗനിക്കാതെ DMK ചെയ്യുന്നുണ്ട്. ഒരു സർക്കാർ എന്ന നിലയ്ക്ക് ആ സർക്കാർ ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഇപ്പോൾ ഈ ഒരു ദുരന്തം ഉണ്ടാക്കിയത് വിജയ്, അതിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ അഹോരാത്രം പണിയെടുത്തത് DMK എന്ന തരത്തിലൊരു വായന വരുമോ? അല്ല, അങ്ങനെ വായന വരാൻ സാധ്യതയുണ്ട്. 2, വിജയ്ക്ക് ജനങ്ങളോടൊരു കമ്മിറ്റ്മെന്റും ഇല്ല, അതായത് ആരാധകരോട് കമ്മിറ്റ്മെന്റ് ഇല്ല എന്നൊന്നും പറഞ്ഞതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. 2, ഈ വന്നത് വെറും ഫാൻസ് മാത്രമാണ്, നാളെ അതൊരു പൊളിറ്റിക്കൽ ഫോർമേഷൻ ആയി മാറില്ല എന്ന അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല. അല്ല, വിജയകാന്ത് ഇതുപോലെ പാർട്ടി ഉണ്ടായ സമയത്ത് അതായത് വിജയെ പോലെ അത്ര വലിയ താരമൊന്നല്ല. എന്നിട്ട് പോലും അദ്ദേഹം അവിടെ നിയമസഭയിൽ പ്രധാന പ്രതിപക്ഷ കക്ഷിയായി വന്നിരുന്നു. അദ്ദേഹം 10-20 സീറ്റ് അദ്ദേഹം പിടിച്ചിരുന്നു. അദ്ദേഹം മരിച്ച ശേഷം പാർട്ടി പോയി. അപ്പം അങ്ങനെ ഒന്നും പറയുന്നതാണ് എനിക്ക് യോജിപ്പില്ല. 2, ഈ എസ്റ്റാബ്ലിഷ് ആയ മറ്റ് പൊളിറ്റിക്കൽ പാർട്ടികൾ ഈ പാർട്ടിയെ തളർത്താൻ ശ്രമിക്കുന്ന കാര്യത്തിലൊന്നും സംശയമൊന്നുമില്ല. പക്ഷെ അത് വിചാരിച്ച് ഇവർ ഈ ദുരന്തം ഉണ്ടാക്കിയെന്ന് പറയുന്നൊരു കാര്യമൊന്നും വിചാരിക്കില്ല. കാരണം എസ്പെഷ്യലി തമിഴ്നാട് പോലെയുള്ള ഒരു പ്രദേശമാണ്, അങ്ങനെയൊന്നും വിചാരിക്കില്ല. പക്ഷേ ഇതിന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ കേട്ടൊരു വേറൊരു കാര്യം,
ഈ വലിയൊരു മൈതാനം കൊടുത്തില്ല. തൊട്ടടുത്ത് തന്നെ വലിയ മൈതാനം ഉണ്ടായിരുന്നു, അത് കൊടുത്തില്ല എന്നാണ് നമ്മൾ വായിച്ചത്. ഇദ്ദേഹം പറയുന്നത് ആവശ്യപ്പെട്ട സ്ഥലമാണ് കൊടുത്തതെന്നാണ്. ഇവരങ്ങനെ പറയുന്നു, മറ്റുള്ള ഇവരിങ്ങനെ പക്ഷെ അങ്ങനെ ആവശ്യപ്പെട്ട സ്ഥലത്ത് ഈ പറയുന്ന ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പര്യാപ്തമല്ല എന്ന് തോന്നിയാൽ അത് നിഷേധിക്കാം, തൊട്ടടുത്ത ഇടത്ത് നിഷേധിക്കാം എന്ന് മാത്രമല്ല അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യാം. കാരണം ജനങ്ങളെ കടത്തി വിടുന്നതിന് പിന്നെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാം. നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിന് ഇവർ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവർ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇവരെ കുറ്റപ്പെടുത്താം. അതൊന്നും ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കാലം വിജയുടെ ഭാഗത്തുണ്ടായ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ അധികം നേതാക്കന്മാരും സൈബോക്കാണ്. അവർക്ക് നല്ല ഉപദേശ വൃന്ദങ്ങളുണ്ട്. ഈ പറയുന്ന കേട്ടിൽ മറ്റേ വെച്ചുകൊണ്ട് നടക്കുന്ന കൺട്രോൾ വെച്ചുകൊണ്ട് ബ്ലൂടൂത്ത് വെച്ചുകൊണ്ട് നടക്കുന്നവരാണ് വലിയൊരു വിഭാഗം. അപ്പോൾ ഉദയനിധി സ്റ്റാലിൻ വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ അവിടെ ഒരു സാധ്യതയുണ്ട്. അവിടെ എമർജ് ചെയ്ത് വരുന്ന മറ്റൊരു പൊളിറ്റിക്കൽ റൈവലിനെ വിലയിടിച്ച് കാണിക്കാനുള്ള ശ്രമമാണ്. ഞാൻ പറഞ്ഞു വിജയുടെ അടിസ്ഥാനം എന്താണ്? വിജയുടെ അടിസ്ഥാനം പറഞ്ഞാൽ വിജയുടെ സ്ക്രീൻ ഇമേജാണ് തോയൻ. കാരണം എങ്ങനെയും അജിത്തിനെ കൂട്ടുപിടിച്ചിട്ടാണ് ഒരു ഗോട്ട് സിനിമയിൽ മോളെ രക്ഷപ്പെടുത്തുന്നത്. ഇവർ വലിയ റൈവലറി പരസ്പരമുള്ളവർ ആണെന്നല്ല പറയുന്നത്. ഗോട്ട് സിനിമയിൽ അജിത്തിനെ കൂട്ടുപിടിച്ചിട്ടാണ് മോളെ രക്ഷപ്പെടുത്തുന്നത്. അത് ഫാൻസ് അസോസിയേഷൻ ആ പയ്യനെ അറിയണ്ടാവും. അപ്പോൾ ആ രീതിയിലുള്ള ഒരാളാണ് വിജയ്. അപ്പോൾ ആ വിജയിയുടെ ഇതുവരെ വിജയുടെ ആ ഇമേജ് ഇടിയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കാരണം വിജയ് ഈ നമ്മളെ പോലെ ഈ ഒരു പക്ഷേ വിജയനായത്തിലെ കണ്ടാൽ ഞാൻ ഈ താടി കർപ്പിക്കാതെ നടക്കുന്നത്, ഇങ്ങനെയുള്ള താടിയൊക്കെ വെച്ചിട്ട് വിജയ്, രജനീകാന്ത്, അജിത്ത് ഇവരാണ് ഈ രീതിയിൽ നടക്കുന്ന ആളുകൾ. അപ്പോൾ ആ രീതിയിൽ വളരെ ജനങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരാളെന്നൊരു ഫീൽ ഉണ്ടാക്കിയാണ്. പക്ഷേ ഇന്നലെ എന്താ സംഭവിച്ചത്? വിജയ് അവിടുന്ന് ഒളിച്ചോടിയെന്നുള്ളത്. ഇവിടെയാണ് പറയുന്നത്. ഒന്ന്, ഇവർക്ക് ഈ കുട്ടിയെ പോലെയുള്ള പ്രതീക്ഷനെയൊക്കെ പോലെയുള്ള വളണ്ടിയേഴ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ CPM എന്താ ചെയ്യുന്നത്? പോലീസ് ഇല്ലെങ്കിലും CPM RSS ഒക്കെ അവരുടെ കാര്യങ്ങൾ നടത്തുമ്പോൾ അവരുടെ അത് ഇവർക്കും ഉണ്ടാക്കാം. ഈ ഫാൻസിനെ വെച്ചുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇവരെ ഫാൻസ് വിജയ് പറഞ്ഞാൽ കൃത്യമായി കേൾക്കുന്നതാണ്. എനിക്കറിയാം. ഞാൻ ഒരിക്കലും ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് ഈ കൊച്ചു പിള്ളേരാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ വിജയെ പറ്റി എന്തോ ഒരു നെഗറ്റീവ്. ഞാനിവിടെ വന്ന് പിണറായി വിജയൻ, പിന്നെ ഉമ്മൻചാണ്ടി സാർ, അതുപോലെ തന്നെ നരേന്ദ്രമോദിയെ പറ്റി എന്തൊക്കെ പറയാറുണ്ട്. എനിക്കങ്ങനെ ചീത്തം കേട്ടിട്ടില്ല. ഈ പയ്യന്മാരുണ്ടല്ലോ ഇത് ഫേസ്ബുക്കിൽ മൊത്തം തെറിയായിരുന്നു. ആ രീതിയിലുള്ള പയ്യന്മാരാണ്. അത്രയും ഡെഡിക്കേറ്റഡുമാണ്, അത്രയും അവർ പിന്നെ ഇമോഷണലി സർചാർജഡുമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് ചെയ്യാൻ പറ്റും. ആ പ്ലാൻ ചെയ്തില്ല. മാത്രമല്ല ഈ വിജയുടെ പിന്നിലുള്ള ആളുകൾ അത് പ്ലാൻ ചെയ്തിട്ടില്ല. അതാണ് ഒന്നാമത്തെ പരാജയം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും ഒരു പൊളിറ്റിക്കൽ പാർട്ടി രൂപം കൊണ്ടുവരുമ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആളുകൾ തകർക്കാൻ ശ്രമിക്കും. ഇപ്പോൾ നസീർ സാർ മുമ്പ് ഒരു പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തിന് ഉപദേശകർ ഒന്ന് MGR ആയിരുന്നു. നമ്മളൊരു ആന്ധ്ര പാർട്ടി ഉണ്ടാക്കി, ഇവിടെ ഞാനുണ്ടാക്കി, നീ അവിടെ ഉണ്ടാക്കുന്നു. അപ്പോൾ നസീർ സാർ ആദ്യം വന്ന സമയത്തൊക്കെ ഭയങ്കര ആൾക്കൂട്ടം. നിങ്ങൾ മാതൃഭൂമി, മനോരമയൊക്കെ ഭയങ്കര ന്യൂസ്. ഇന്ദിരാഗാന്ധിക്ക് പേടിയായി. സൗത്ത് ഇന്ത്യയിൽ ഇപ്പോൾ നസീറും കൂടി ഒരു പാർട്ടി ഉണ്ടാക്കിയ പരിപാടി തീരുമല്ലോ. ഇന്നത്തെ സിനിമ അല്ല, അന്നത്തെ സിനിമ ഒരേ ഒരു എന്റർടൈൻമെന്റ് ഒരേ ഒരു സാധനമേ ഉള്ളൂ. വന്നു നാടകം പൊളിഞ്ഞു, സിനിമ. പക്ഷെ അപ്പോൾ ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിന്റെ സ്റ്റാഫ് പെട്ട ഒരാളെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ ഓഫീസിലേക്ക് അയച്ചു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം പറഞ്ഞു നസീറിന് വലിയ ഇമ്പോർട്ടൻസും കൊടുക്കരുത്. അപ്പോൾ നസീർ പിന്നീട് നസീർ സാർ പങ്കെടുത്ത മീറ്റിങ്ങിനൊന്നും വലിയ ന്യൂസ് ഇല്ല, ചരമക്കോളത്തിലുള്ള ന്യൂസായി പോയി. അതോടുകൂടിയാണ് നസീർ സാർ ഈ പരിപാടി നിർത്തിയത്. അല്ല, അത് ഇന്ദിരാഗാന്ധി ആയതുകൊണ്ട്, അന്നത്തെ കേരളം ആയതുകൊണ്ട് സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്തു. അത് എപ്പോഴും ഉണ്ടാവും. അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനുള്ള രാഷ്ട്രീയമായ ഉത്തരവാദിത്വം അല്ലെങ്കിൽ പേഴ്സണലായ ഉത്തരവാദിത്വം വിജയ്ക്കുണ്ടായിരുന്നു. ഇവിടെയാണ് ഇതോടുകൂടി ഈ പൊളിറ്റിക്കൽ മൂവ്മെന്റ് അവസാനിക്കുന്നു ഞാൻ വിചാരിക്കുന്നില്ല. കാരണം തമിഴ്നാട്ടിൽ ഒരു നിയോ ദ്രവീഡിയൻ, നിയോ നാഷണലിസ്റ്റ് മൂവ്മെന്റ് ഉണ്ടായി വരും. വിജയ് അവിടെ ഗ്രൗണ്ട് പിടിക്കുമ്പോൾ അവിടെ ഇമ്മീഡിയറ്റ് ഏറ്റവും വലിയ ഭീഷണി ഉണ്ടാകാൻ പോകുന്നത് DMK-ക്കും അല്ല BJP-ക്കാണ്. കാരണം ആ സ്പേസിലേക്കാണ് BJP ഇപ്പോൾ അണ്ണാമലയെ വെച്ച് കയറാൻ നോക്കുന്നത്. ആ സ്പേസിലേക്ക് ഇവർ രണ്ടുപേരും കയറുമ്പോൾ സമയം വിജയ്ക്ക് കുറച്ചുകൂടെ ദ്രവീഡിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൾട്ടുള്ളതുകൊണ്ട് സിനിമാ നടനെ വിജയ്ക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടും. BJP-ക്കാണ് ശരിക്കും അവിടെ ഒരു വലിയൊരു ഭീഷണിയാകാൻ പോകുന്നത് ഇദ്ദേഹം. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സംഭവം വിജയ് എന്നുള്ള താരത്തിൻ്റെ റിയൽ ലൈഫും താരവും തമ്മിലുള്ള, ഇപ്പോൾ നമ്മുടെ ഇത് പറയില്ലേ SSS പാണ്ഡ്യൻ്റെ പുസ്തകമുണ്ട്, MGR അഴിമതിക്കെതിരെ പറയുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലത്ത് എങ്ങനെയായിരുന്നു ഒടുക്കത്തെ അഴിമതി തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നത്, ഇമേജ് ട്രാപ്പ് എന്ന പുസ്തകമുണ്ട്. ആ പറയുന്ന പോലെ ഈ ട്രാപ്പ് ഉണ്ടല്ലോ, ഈ ഇമേജ് ട്രാപ്പിനെ തുറന്നു കാണിക്കുന്ന ഇൻസിഡൻ്റ് ഇതുമാവും. തിരികെ സ്വാഗതം. ചർച്ചയിലേക്ക് പ്രതീഷിലേക്കാണ് ഞാൻ പോകുന്നത്. പ്രതീഷ്, അണികളുണ്ടാവുക, ആരാധകരുണ്ടാവുക, അവർ സിനിമയ്ക്ക് അപ്പുറത്തേക്കൊരു നായകനായ ഒരാളെ കാണുക എന്നൊക്കെ പറയുന്നത് അയാൾ പുറത്തും സ്വന്തം സിനിമകളിലൂടെ കൂടി പറഞ്ഞ രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ പേരിലാണല്ലോ. ഇപ്പോൾ വിജയുടെ സിനിമകൾ രാഷ്ട്രീയമായി നടത്തിയ പ്രതികരണങ്ങളുടെ പേരിൽ ഒരുപാട് വേട്ടയാടപ്പെട്ടിട്ടുണ്ട് എന്ന നിലയ്ക്ക് പോലും വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇരിക്കെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമ്പോൾ വിജയ് ഇങ്ങനെ പ്രവർത്തിക്കും എന്നാണോ നിങ്ങളൊക്കെ കരുതിയത്? സാധാരണഗതിയിൽ വിജയ് കഴിഞ്ഞ കുറേ സിനിമകളായി രക്ഷകനായിട്ടാണല്ലോ അവതരിക്കുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ അവിടെ ഉണ്ടാവുക എന്നൊന്നെങ്കിലും നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ലേ?
അല്ല, ഞാനിപ്പോൾ ആദ്യമേ തന്നെ പറയാം. കഴിഞ്ഞ വിജയ് മക്കൾ ഇയക്കം എന്ന് പറയുന്ന സംഘടന തുടങ്ങിയിട്ട് ഏകദേശം 22 വർഷങ്ങളോളം 2007 തുടങ്ങിയത്. അപ്പോൾ അന്ന് മുതൽ ഈ പറയുന്ന വിജയ് എന്ന് പറയുന്ന ഒരു താരം പല മീറ്റിങ്ങുകളും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും വിളിച്ച് പറയുമ്പോൾ ഫാൻസ് മാക്സിമം മറ്റുള്ളവരിലേക്ക് ഒരു നല്ല കാര്യങ്ങൾ ചെയ്യാൻ മാത്രമേ അദ്ദേഹം അവകാശപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ഫ്യൂച്ചറിൽ അതിപ്പോൾ രാഷ്ട്രീയത്തിൽ വരും എന്ന് ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. ഫ്യൂച്ചറിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം, എന്നെ വളർത്തിയ മക്കൾക്ക് നല്ലത് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം പുള്ളി പല ആൾക്കാരുമായിട്ട് പറഞ്ഞായിട്ട് നമ്മൾ അറിയുന്നുണ്ട്. അത് ബിസിയാനൻ സാർ വഴിയും അല്ലാതെ നമ്മൾ അറിയാറുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നലെ നടന്ന ഒരു കാര്യത്തിൽ വിജയ് മുങ്ങി ഒളിച്ചോടി എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് നമുക്ക് അനുകൂലിക്കാൻ പറ്റില്ല. കാരണം പോലീസിന് പോലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ക്രൗഡ് അത്രയും ഉണ്ടാകുമ്പോൾ വിജയ് എന്ന് പറയുന്ന താരം അവിടെ നിന്ന് മാറിയാലേ കുറച്ചെങ്കിലും ആ ഒരു ക്രൗഡ് അത് ശാന്തമാകത്തുള്ളൂ. അപ്പോൾ വിജയ് അവിടെ നിൽക്കുമ്പോൾ വീണ്ടും ആ ഒരു അപായങ്ങളുടെ, മരണങ്ങളുടെ അല്ലെങ്കിൽ പരുക്കുകളുടെ എണ്ണം കൂടുമെന്ന് പുള്ളിക്ക് അറിയാമെന്നുള്ളതുകൊണ്ടാണ് വിജയ് അവിടെ നിന്ന് മുങ്ങിയത്. പിന്നെ വരാൻ താമസിച്ചു എന്ന് പറഞ്ഞു. 3 മണി മുതൽ 10 മണി വരെയാണ് പെർമിഷൻ കിട്ടി എന്നതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ 8:45 വിജയ് എന്ന് പറഞ്ഞ ഒരാൾ ഫ്ലൈറ്റ് കയറുകയും ചെയ്തു. അപ്പോൾ എത്താൻ താമസിച്ചതെന്ന് പറയുന്നത് അത്രയും ക്രൗഡ് ഉള്ളത് കൊണ്ടാണ്. ആദ്യമത്തെ പരിപാടിക്ക് 3ാമത്തെ സ്ഥലത്തിലോട്ട് പോകുമ്പോൾ പോലീസ് അവിടെ പോകാൻ പറ്റില്ല എന്നുള്ളത് അങ്ങ് മനസ്സിലാക്കണം. അതായത് ഒന്ന്, ഇപ്പൊ കരൂരിൽ തുടരുക എന്ന് പറയുന്നത് ഒരു പക്ഷേ ആ മീറ്റിംഗ് നടക്കുന്നിടത്ത് തുടരുക എന്ന് പറയുന്നത് അസാധ്യമാണ്. പക്ഷെ ആശുപത്രിയിലേക്ക് എത്താൻ കഴിയും. തന്നെ കാണാൻ വന്നതാണല്ലോ, തൻ്റെ പേരിൽ ആണല്ലോ, ആ ഒരു ഉത്തരവാദിത്വമുണ്ടല്ലോ. ആശുപത്രിയിലേക്ക് വരാൻ കഴിയും. അവിടെ മുഴുവൻ നിങ്ങളുടെ ഈ പറയുന്ന ഫാൻസ് ക്ലബിൻ്റെയോ അല്ലെങ്കിൽ TV-യുടെ ഒക്കെ തന്നെ സംവിധാനം ഉപയോഗിച്ച് ആളുകളെ രക്ഷാപ്രവർത്തനത്തിന് നിയോഗിക്കാൻ കഴിയും. ഇന്നത് ചെയ്യണം എന്നുള്ളത് പറയാൻ കഴിയും. അങ്ങനെ ഇപ്പോൾ ഒരുപക്ഷെ വിജയ് ഇന്നലെ ആ രീതിയിൽ അതിനോട് പ്രതികരിച്ചിരുന്നെങ്കിൽ ഇത്ര വലിയ വിമർശനം പോലും ഏറ്റെടുക്കേണ്ടി വരുമായിരുന്നില്ല എന്നുള്ളത് ഒരു ഘടകമാണ്. അല്ല, ഇപ്പോൾ മുഖ്യമന്ത്രി സ്റ്റാലിൻ സാർ പോകുന്നതും ഉദയനിധി പോകുന്നതും വിജയ് പോകുന്നതും ഒരുപോലെയല്ല. അവർ രണ്ടുപേരും പോകുമ്പോൾ അത്രയും ക്രൗഡ്, അതിനേക്കാൾ ക്രൗഡും ഇത് ഇപ്പോൾ പറഞ്ഞതുപോലെ ക്രൗഡും ആ ഹോസ്പിറ്റൽ വശത്ത് വരുന്നുണ്ടാവാം. ആ പ്രശ്നത്തിന് ഇപ്പോൾ ഈ പറഞ്ഞ വിജയ് സാർ ഹോസ്പിറ്റലിൽ എത്തണം എന്നുള്ള ഒരു പെർമിഷൻ പോലും ചോദിച്ചപ്പോൾ കൊടുത്തില്ല എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ വീണ്ടും വിജയ് സാർ ആ സ്പോട്ടിൽ പോകുമ്പോൾ അവിടെ ക്രൗഡ് കൂടും, വീണ്ടും അപകടം നടക്കും. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നോക്കേണ്ടത് വിജയ് സാറിന്റെ കടമയാണ്. എങ്കിലും വീട്ടിലേക്ക്, ചെന്നൈയിലേക്ക് തിരികെ പോകുക എന്ന് പറയുന്ന കാര്യമല്ലേ ഇത്രയധികം വിമർശനങ്ങൾ വരുത്തി വെച്ചത്? ആ ലൊക്കാലിറ്റിയിൽ തുടരാമല്ലോ. അല്ല, അവിടെ നിന്ന് മാറേണ്ടത് ജനങ്ങളുടെ പ്രൊട്ടക്ഷൻ ഇപ്പോൾ പിന്നെ വീണ്ടും അപകടം കൂടാതിരിക്കാൻ നോക്കേണ്ടത് വിജയ് എന്ന് പറഞ്ഞ ഒരാളുടെ കടമയാണ്. അപ്പോൾ ചെന്നൈയിലുള്ള വീട്ടിലേക്ക് പോകുന്നത് പ്രശ്നങ്ങളുടെ ദുരൂഹത അറിഞ്ഞിട്ട് അവിടെ എന്ത് നടത്താം എന്നുള്ളൊരു കാര്യം ചിന്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അത്രയും വലിയൊരു ആള് കാരണം ഈ പറയുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് മുൻപ് പോലും കോടതിയിലേക്ക് പോവുകയും സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെടുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിരുന്നു. അതായത് ആ വഴിക്കുള്ള ഈ പാർട്ടിയുടെയോ തന്റെയോ സുരക്ഷയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നുണ്ട്. മാധ്യമങ്ങൾ ഈ പറയുന്ന എയർപോർട്ടിലേക്ക്, 2 എയർപോർട്ടിലേക്കും ചെല്ലുന്നുണ്ട്, പ്രതികരണങ്ങൾ തേടുന്നുണ്ട്. തമിഴകത്തെ മാധ്യമങ്ങളാണ്. അവരോട് സംസാരിക്കാം, ഇങ്ങനെയൊന്നും ഉണ്ടായി, എന്ത് സർക്കാരിന് വീഴ്ച വന്നു എന്നതുപോലും വേണമെങ്കിൽ പറയാം. ഇതൊന്നും പറയാതെ ആ സമയത്ത് അദ്ദേഹം വളരെ സുരക്ഷിതനായി തിരികെ പോയി. ഒരു പ്രതികരണം പോലും സമൂഹ മാധ്യമങ്ങളിൽ കൂടെ പോലും നടത്താതെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ മുൻകരുതലുകളും എടുത്തതിന് ശേഷം എൻ്റെ ഹൃദയം നുറുകുന്നു എന്നൊരു വരി എഴുതിയിട്ട തമിഴ് ജനത ക്ഷമിക്കുമോ? അല്ല, അതിനുള്ള പ്രതികരണമായിട്ട് വിജയ് സാർ മുമ്പിൽ തന്നെ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് അപ്പം തന്നെ ചെയ്യണം എന്നുള്ള അത് നമുക്കറിയാത്തൊരു കാര്യമാണ്. പക്ഷേ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതികരണം ഉറപ്പായിട്ട് ഉടനെ തന്നെ പുള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. അത് പ്രസ് മീറ്റ് വിളിച്ച് വരുത്തും എന്നുള്ള ഒരു കാര്യം കൂടെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ പ്രതികരണം ഉടനെ തന്നെ നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ ആ ഉടനെ തന്നെ പുള്ളിയെ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ പുള്ളി പ്രതികരിക്കണം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. കാരണം അത്രയും വിപത്തുണ്ടായി, പുള്ളിനെ അത്രയും കുറ്റപ്പെടുത്തുമ്പോൾ പുള്ളി അവിടെ മാറി നിൽക്കുന്നു. അതുപോലെ തന്നെ മീഡിയാസിനെ അല്ലെങ്കിൽ പുള്ളിയുടെ പ്രതികരണം വീണ്ടും ഇതിനു മുമ്പ് തന്നെ രാഷ്ട്രീയ പാർട്ടി തുടങ്ങുമ്പോൾ റൂമിലിരുന്ന് നടത്തുന്നു, വർക്ക് ഫ്രം ഹോമാണ്, പുറത്തിറങ്ങുന്നില്ല, ഇതാണോ ഒരു രാഷ്ട്രീയ നേതാവെന്ന് പറഞ്ഞ അതേ ആൾക്കാർ തന്നെയാണ് പുറത്തിറങ്ങിയപ്പോൾ ഇത്രയും പ്രശ്നങ്ങളുണ്ടായത് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിജയ് എന്ന് പറയുന്ന ആൾ പുറത്തിറങ്ങിയാലും പ്രശ്നമാണ്, വീട്ടിലിരുന്നാലും പ്രശ്നമാണ്. ഇപ്പോൾ ഈ പറയുന്ന അതേ സെയിം ആൾക്കാർ തന്നെയാണ് വീട്ടിലിരുന്നിട്ട് എന്താണ് ജനങ്ങളെ കാണണം, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലണം, അത്രയും നേരിട്ട് സംസാരിക്കണം, പറ്റുമോ വിജയ്ക്ക് എന്ന് ചോദിച്ച അതേ ആൾക്കാർ ഇന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് വിജയ് ഇറങ്ങി ചെല്ലുമ്പോൾ അതിനുള്ള സുരക്ഷ കൊടുക്കാതെ ഇത്രയും അപകടം ഉണ്ടായി. ഇതൊക്കെ നേരത്തെ മുന്നിൽ കണ്ട ഒരാളാണത്. കാരണം രാഷ്ട്രീയ പാർട്ടി തുടങ്ങുന്നതിന് മുമ്പ് വിജയ് എന്ന് പറഞ്ഞ ഒരാൾ ഒരു പരിപാടികൾ അല്ലെങ്കിൽ ഏതെങ്കിലും പരിപാടി അത്രയും ക്രൗഡുകൾ കണ്ട് വളർന്ന ഒരാളാണ്. നേരത്തെ ഒരു സാറ് പറഞ്ഞു ക്രൗഡിനെ മാനേജ് ചെയ്യാൻ വിജയുടെ അണികൾക്ക് പറ്റിയില്ല എന്നുള്ളത്. ഈ പറയുന്ന അതേ പാർട്ടി തന്നെയല്ലേ 2 മാനാട് നടത്തിയത്. അന്ന് ഈ പറയുന്നതിൻ്റെ 40-40 ഇരട്ടി ആൾക്കാരുണ്ടായിട്ടും ആ 2 പരിപാടിയും വളരെ നന്നായിട്ട് കഴിഞ്ഞു. അത് ചോദിച്ച സ്ഥലം കൊടുത്തതുകൊണ്ടാണ്. അപ്പോൾ ആ സ്ഥലവും ഈ സ്ഥലവും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾ കണ്ടതാണ്. മാത്രമല്ല
അപ്പോൾ അത്രയും ആൾക്കാർക്കിലോട്ട് ചുരുങ്ങുമ്പോൾ പോലീസിന് പോലും പിഴവ് പറ്റി. അപ്പോൾ എങ്ങനെ വിജയുടെ കൂടെ നിൽക്കുന്ന അണികൾക്ക് അത്രയും ആൾക്കാരെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പോലീസിന് വീഴ്ച പറ്റുമ്പോൾ സാധാരണക്കാരായ വിജയുടെ കൂടെ നിൽക്കുന്ന അണികൾ എങ്ങനെ ജനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും? അപ്പോൾ അത്രയും അണികൾ തന്നെയല്ലേ ഈ 40-25 ലക്ഷം ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്തതും 2 മാനാട് നടത്തിയതും അതേ പാർട്ടി തന്നെയാണ്. കണ്ടീഷനിൽ എപ്പോൾ നിൽക്കാൻ പറ്റില്ല. 2 റാലികൾ നിങ്ങൾ നടത്തിയപ്പോഴുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ രീതികൾ മാറ്റണം. അവിടെ നിങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ള മാത്രമല്ല ആ സാഹചര്യം ഉണ്ടാകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് രാവിലെ പ്രതിഷേധത്തിൽ പറഞ്ഞതിൽ ഞാൻ ഇടപെട്ടത് അപ്പോഴാണ്. 8:45 അവിടെ റാലി തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ചെന്നൈയിൽ നിന്ന് ഇറങ്ങുന്നതേ ഉള്ളൂ. അതൊരു കമ്മിറ്റ്മെന്റിന്റെ വലിയ പ്രശ്നം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ആ കാത്തുനിൽപ്പ് 3 മണി മുതൽ 10 മണി വരെയാണ് പെർമിഷൻ കൊടുത്തിട്ടുള്ളത്. 3 മണിക്ക് അവിടെ എത്തണമെങ്കിൽ രാവിലെ 3 മണി മുതൽ 10 മണിയാണ് പെർമിഷൻ കൊടുത്തിട്ടുള്ളത്. 8:45 അവിടെ റാലി നടത്താനുള്ള തീരുമാനമുണ്ടായിരുന്നു. 8:45 തന്നെ അവിടെ ആളുകൾ ഉണ്ടായിരുന്നു. ഏതാണ്ട് 10 മണിക്കൂറോളം താമസിച്ചാണ് അവിടെ ആ റാലി നടത്തുന്നത്. ഇനി ഈ 3:45 മണി നിങ്ങളുടെ ഇപ്പൊ അവകാശപ്പെടുന്നത് പോലെ തന്നെ ആണെങ്കിൽ പോലും 3 മണിക്കാണെങ്കിൽ പോലും അപ്പോഴും ഇത് തുടങ്ങാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല, അതാ പറഞ്ഞ ആ ക്രൗഡ് കാരണമാണ് പുള്ളിക്ക് എത്താൻ കഴിയാത്തത്. അതേപോലെ തന്നെ ഫസ്റ്റ് ഈ പറയുന്ന ക്യാമ്പയിൻ നടത്തുമ്പോൾ 3ാമത്തെ ഒരു സ്ഥലത്ത് പോകാൻ അനുവാദമില്ല, അതിൽ ഇപ്പം പോകണ്ട എന്നുള്ളത് ക്രൗഡാണ്, അത്രയും സാർ അവിടെ പോയപ്പോൾ പറ്റില്ല എന്ന് പറയുന്ന വിജയിനോട് പോലീസുകാർ നിർദ്ദേശപ്പെട്ടിട്ടുണ്ട്. അത് വിജയ് സാർ അനുസരിച്ച് കൊണ്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ക്രൗഡ് ഇത്രയും ക്രൗഡ് കഴിഞ്ഞ് വിജയ് സാറിന് എത്താൻ കഴിയാത്തത് ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അവിടെ ലേറ്റ് ആയത്. ഫസ്റ്റ് പരിപാടിക്ക് 3ാമത്തെ പ്ലേസിലോട്ട് പോകാൻ കഴിഞ്ഞില്ല, അത് ക്രൗഡ് കാരണമാണ്. ഇന്നലത്തെ പരിപാടിക്കും എത്താൻ താമസിച്ചത് ക്രൗഡ് കാരണമാണ്. പ്രതീക്ഷ ഒരു പ്രോബ്ലം എന്താ പറയുമോ, വിജയ് അങ്ങനെ പ്രോഗ്രാം നടത്തുമ്പോൾ അത് സ്റ്റാലിനോ ഉദയനിധിയോ നടത്തുന്ന പോലെ അല്ല. ഇവരൊന്നും ശരിയല്ല എന്നും ഇവർ മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നില്ല എന്നും ഒന്നും മക്കളുടെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. സ്വാഭാവികമായിട്ട് 8 മണി തൊട്ടേ നമുക്ക് ഇവിടെ CPM-ന്റെ പരിപാടി തുടങ്ങും 4 മണിക്കാണെങ്കിൽ പോലും 10 മണി തൊട്ടേ വണ്ടികൾ വന്നു തുടങ്ങും, ആളുകൾ വന്നു തുടങ്ങും. അപ്പോൾ 8 മണി തൊട്ടേ ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കുക, അവർക്ക് വെള്ളം എത്തിച്ച കാര്യങ്ങൾ അവരെ കൃത്യമായിട്ട് അവിടെ കൊണ്ട് ചിരുത്തുക, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ടതായിരുന്നു. അവിടെയാണ് പൊളിറ്റിക്കലായിട്ട് സംഘടനാപരമായിട്ട് നിങ്ങൾ പരാജയപ്പെടുന്നത്. അതാണ് കാര്യം. അത് വിജയുടെ ഭാഗത്ത് ഞാൻ ഉൾപ്പെടെ ഞാൻ വിജയ് ക്രിട്ടിക്കല്ല, ഞാൻ വിജയ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അജിത്തിന് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായത് വലിയൊരു വീഴ്ചയാണ്. അതിൽ നിങ്ങൾ DMK-യിലെ കുറ്റം വന്ന് അവർ ചിലപ്പോൾ ശ്രമിച്ചെന്നൊക്കെ വരും. അവർ രാഷ്ട്രീയമായിട്ട് അവർക്ക് ഇനി ഉണ്ടാകുന്ന 2 റൈവൽസാണ് അവിടെ. ഒന്ന് വിജയാണ്, 2 അണ്ണാമലയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ശ്രമിച്ചെന്നൊക്കെ വരും. അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടിയിരുന്നു, മക്കളോടുള്ള സ്നേഹം കാണിക്കേണ്ടിയിരുന്നു. അത് കണ്ടില്ല നമ്മൾ, വാക്കുകൾ മാത്രമായി പോയെന്ന് എനിക്കിപ്പം തോന്നുന്നത്. അല്ല, അതാ പറഞ്ഞത് മക്കളോടുള്ള സ്നേഹം. ഹലോ പ്രതീക്ഷ കേൾക്കാം. ഹലോ അതാ പറയുന്നത് മക്കളോടുള്ള സ്നേഹം കാണിക്കണം. അതിപ്പം നാളെ ആകാം, ഇപ്പം ഇനി വരുന്ന ദിവസങ്ങളിലാകാം. ഒരു പ്രസ് മീറ്റ് വിളിച്ച് പുള്ളിക്ക് പറയേണ്ടത് എന്താണ്, പുള്ളിയുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ അവകാശപ്പെടുന്നത് പോലെ വിജയ് വന്ന് പ്രതികരിക്കണം എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല. ാണ് 40 പേർ മരിക്കുന്നു. 40 പേർ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ പോലെ ഒരു സാഹചര്യത്തിൽ 40 എവിടെയാണെങ്കിലും 40 കുടുംബങ്ങളാണ്. വളരെ അടിസ്ഥാനപരമായ ജീവിത സാഹചര്യങ്ങളുള്ള മനുഷ്യരാണ് അവിടെ. ഇപ്പൊ നേരത്തെ സംസാരിക്കുമ്പോൾ പറയുന്നത് കൂട്ടിയിട്ടിരിക്കുന്ന ചെരുപ്പുകൾ പോലും കാണിച്ചു തരുന്നുണ്ട് മനുഷ്യരുടെ ജീവിത സാഹചര്യം എന്ന് പറയുന്നത്. ആ നിലയ്ക്കുള്ള മനുഷ്യരുടെ ജീവനഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് വരാൻ കഴിയില്ല എന്ന പ്രിവിലേജ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. കാരണം ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങിയതാണ് എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ ജീവനഷ്ടത്തിന് മുന്നിൽ മൗനം പാലിക്കാനുള്ള അവകാശം, പ്രിവിലേജ് അദ്ദേഹത്തിന് ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ശ്രീ CG രാജേന്ദ്ര ബാബു, അങ്ങനെ ഇത്രയും ഗുരുതരമായ സാഹചര്യം, ഒരു പക്ഷേ അടുത്ത കാലത്ത് ഒരു രാഷ്ട്രീയ സംഘടനയുമായി ബന്ധപ്പെട്ടുണ്ടായ ഏറ്റവും വലിയ ജീവനഷ്ടം, അതിനോട് മൗനമായിട്ടിരുന്നിട്ട് തമിഴക വെട്രിക്കഴകത്തിന് ഈ കാര്യത്തോട് മൗനമായിട്ടിരുന്നിട്ട് മറ്റു കാര്യങ്ങൾ പ്രതികരിക്കാൻ കഴിയുമ്പോൾ വിജയ്ക്ക് ഇനി ഒരു പബ്ലിക് റാലി നടത്തണമെങ്കിൽ, ഇതിനൊരു തെരഞ്ഞെടുപ്പ് റാലിയിലേക്ക് പോകണമെങ്കിൽ പോലും ഈ പരിക്കു മാറാതെ സാധിക്കുമോ? അത് തീർച്ചയായിട്ടും സത്യം തന്നെയാണ്. ഈ വിജയിൻ്റെ ഇമേജിന് ഒരു വലിയ ഡെൻറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പക്ഷേ നമ്മുടെ പ്രദേശം തമിഴ്നാടാണ്. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ആരാധന എന്ന് പറയുന്നത് അത് തമിഴൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. ഇതൊക്കെ മറക്കപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു ദീർഘവീക്ഷണമുള്ള നേതാവിന് കഴിയും. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ടത് ഒരു ആൾട്ടർനേറ്റീവിനെ വിജയിൽ കാണുന്നുണ്ട്. ആ ആൾട്ടർനേറ്റീവിനെ ഉറപ്പിച്ചെടുത്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനെ ഭയപ്പെടുന്നുണ്ട് മറ്റുള്ളവരും. അതുകൊണ്ട് തന്നെ
ഈ സംഭവം വിജയിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ചകളൊക്കെ പറയുമ്പോഴും അംഗീകരിക്കുമ്പോഴും ഈ അവസ്ഥ മാറുകയും പൂർണ്ണമായിട്ടും വിജയിനെ എഴുതിത്തള്ളാൻ ഈ കറൂർ സംഭവവും 40 പേരുടെ മരണവും കൊണ്ട് കഴിയുകയില്ല എന്നും തമിഴ്നാട് രാഷ്ട്രീയത്തെ സൂക്ഷ്മമായി കാണുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ കഴിയും. ശരി, ശ്രീ കെ ആർ മുരുകേഷ്, അവസാനം അങ്ങയിലേക്കാണ് വരുന്നത്. ശ്രീ കെ ആർ മുരുകേഷ്, അങ്ങനെ 2026 തെരഞ്ഞെടുപ്പ് ഇതുവരെയുള്ള പ്രബല രാഷ്ട്രീയ പാർട്ടികൾക്ക് അത്ര ഒരു കേക്ക് വാക്ക് എന്ന നിലയ്ക്ക് കാണാൻ കഴിയില്ല. വിജയ് അവിടേക്ക് വീണ്ടും ശക്തമായി തിരികെ വരും. ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയും, അഡ്രസ്സ് ചെയ്യാൻ കഴിയും. അതിനുള്ള ഇച്ഛാശക്തിയും അതിനുള്ള അത് പ്രകടിപ്പിക്കാൻ കഴിയുന്ന വാക്ചാതുരിയും ഒക്കെ വിജയ്ക്കുണ്ട് എന്ന് വിജയ് ഇതിനകം തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? ഒരു ശക്തിയും അവർക്കില്ല. നമ്മള് ഈ മൂതറിഞ്ഞർ രാജാജി, ഈ ഭക്തവച്ചലം, പെരുന്തലവർ കാമരാജ് അവരുടെ കൂടെ ഇരുന്ന് നമ്മള് രാഷ്ട്രീയത്തിലെ പങ്കുവച്ച ആളല്ലാണ്. ഇത് ഇവരെന്ന് വെച്ചാല് ഇവർ നമ്മൾ ഒരു ഇതായിട്ട് കണക്കാക്കണില്ല, അത്രേ ഉള്ളൂ. നമുക്കെന്ന് വെച്ചാൽ തമിഴ്നാട്ടില് നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. പറഞ്ഞതും ചെയ്തിട്ടുണ്ട്, പറയാത്തതും ചെയ്തിട്ടുണ്ട്. അത്രയും നല്ല രീതിയിലാണ് നമ്മൾ ചെയ്ത് തമിഴ്നാട് നമ്പർ 1 സ്റ്റേറ്റിലകത്ത് ആക്കി വെച്ചിരിക്കുന്നത്. ഡബിൾ ഡിജിറ്റിലാണ് ഇപ്പൊ അവിടുത്തെ വളർച്ച ഇരിക്കുന്നത്. ഇതുവരെ ഇന്ത്യ ടോട്ടൽ ഇന്ത്യയിലുള്ള വളർച്ചയെക്കാട്ടിലും തമിഴ്നാട്ട് വളർച്ച ഡബിൾ ഡിജിറ്റ്. ഇത് ആർക്കെങ്കിലും ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഈ മോഡിക്ക് പറയാൻ പറ്റുമോ? വലിയ വളർച്ചയാണ്, അത്രയും ഡബിൾ ഡിജിറ്റ് നമുക്ക് വളർച്ചയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി വിദേശത്ത് പോയി എത്ര 1000 കോടികൾ ലക്ഷം കോടികളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ഫാക്ടറി അത് മറ്റൊന്ന് മറിച്ച് ഒരുപാട് കൊണ്ടുവന്നിരിക്കുന്നത്, ഇൻഡസ്ട്രി കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു പേടിയില്ല. നമുക്ക് രണ്ടാമത് നമുക്ക് പിന്നെ എന്തിനാണ് വിജയ് എന്ന വാക്ക് പോലും മിണ്ടണ്ട എന്ന് DMK പറഞ്ഞത്? അല്ലല്ല, നമുക്ക് ഒരു ശത്രു ഒരു ക്വാളിറ്റി വേണം. അവഗണിച്ച് തള്ളുക എന്നുള്ള പോളിസി അല്ലേ അതിവിടെ ഈ വിജയുടെ ഭാഗത്ത് ഈ സംബന്ധം തെറ്റൊക്കെ ഉണ്ട്. പക്ഷേ ഇത് അവഗണിച്ച് തള്ളുക എന്നുള്ള പോളിസിയാണ്. കാരണം ഇന്ന് AIDMK വീക്കായിരിക്കുന്ന സമയത്ത് ഏറ്റവും ശക്തമായി മുന്നോട്ട് വരുന്ന ആള് വിജയാണ്, രണ്ടാമത്തെ അണ്ണാദുരയാണ്. അവിടെ അവഗണിച്ച് തള്ളുക അത് പോട്ടെ, അതാ നിങ്ങളെ പോളിസി, അത് വേറെ കാര്യം. അല്ലല്ല, വിജയ് മക്കൾ ഇയക്കം എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയെന്ന് പറഞ്ഞല്ലേ, 20 എവിടെയാണ് പോയിരുന്നത്? ഇതിപ്പോ അവസാന ഘട്ടത്തിൽ 26 ഇലക്ഷൻ വരുമ്പോ 25ാമത്തെ കൊല്ലം വന്നിട്ട് ഞാൻ ജനങ്ങളെ രക്ഷപ്പെടുത്താമെന്ന് വെച്ചാലേ ഇത് ആരെങ്കിലും വിശ്വസിക്കുമോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ MGR എങ്ങനെയും വന്നത് അതുപോലെ തന്നെ വിജയും വന്നത്. വിജയ് വളരെ സൈലന്റിലായിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം സോഷ്യൽ മീഡിയയിലൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അതൊക്കെ ചെയ്യുന്നില്ല. അപ്പൊ എങ്ങനെയാണ് ഈ പിന്നെ സ്റ്റാലിൻ വന്നത്? അല്ലെങ്കിൽ സ്റ്റാലിൻ കഴിഞ്ഞ ശേഷം സ്റ്റാലിന്റെ മകനുണ്ടല്ലോ, അദ്ദേഹം അദ്ദേഹം സിനിമയിലായിരുന്നില്ലേ? അല്ല, ആ പറയുന്നതിലൊന്നും അർത്ഥമല്ല. വിജയ് രാഷ്ട്രീയമായ അഭിപ്രായങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോ പൊളിറ്റിക്കലായ രൂപം കൈക്കൊള്ളുന്നു, അദ്ദേഹം സിനിമ നിർത്തി വെച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു, അദ്ദേഹം സിൻസിയാരിറ്റി കാണിക്കുന്നുണ്ട്. പിന്നെ ചാടിയതല്ല MGR ഇവരുമായിട്ട് എൻറ്റയർലി ഡിഫറെന്റ്. എന്ത് ഡിഫറൻസ്? NDR രാഷ്ട്രീയക്കാരനാണ്, വിജയൻ രാഷ്ട്രീയക്കാരനാണ്. അങ്ങനെയാണെങ്കിൽ വരില്ലല്ലോ അദ്ദേഹം ഈ പറയുന്ന ഒരു പോപ്പുലാരിറ്റിക്ക് ഉപയോഗിച്ച് 2 കാലഘട്ടത്തിൽ രാഷ്ട്രീയക്കാർ, അത്രേ ഉള്ളൂ. ആ വ്യത്യാസം അല്ല. എന്താ വിജയ് അവർ പൊളിറ്റിക്കൽ ആയിരുന്നു, നമ്മുടെ പാർട്ടിയുടെ പ്രസറായിരുന്നു. എന്തിനാ പാർട്ടിയുടെ ആയിക്കോട്ടെ, വിജയ്ക്ക് അതിന്റെ ആവശ്യമില്ല. വിജയ് സോഷ്യൽ മീഡിയയുടെ ടെലിവിഷന്റെ കാലഘട്ടത്തിൽ വന്ന ഒരാളാണ്. വിജയ് കൃത്യമായി ട്വീറ്റ് ചെയ്തിരുന്നു, വിജയ് കൃത്യമായി രാഷ്ട്രീയമായ വിഷയങ്ങൾ അഭിപ്രായം പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ചലനങ്ങളേറെയാണ് ഈ പ്രശ്നത്തെ. ഇത് വിജയുടെ ഇമേജിന് വലിയ ഡാമേജ് ഉണ്ടാക്കുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിനെ അതിജീവിക്കാൻ കഴിയുന്ന, അത് ആ പ്രശ്നങ്ങളോട് ചേർന്ന് നിന്ന് തന്നെ എത്രയും പെട്ടെന്ന് അതിലൊരു വാർത്താ സമ്മേളനം നടത്തി വ്യക്തത വരുത്തി അതിനെ ചെയ്യാൻ കഴിയുന്നതിന്റെ, ജീവനഷ്ടത്തിലൊന്നും ചെയ്യാൻ കഴിയില്ല, ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി ചെയ്ത് തിരിച്ചു വരാൻ വിജയിക്കാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് നോക്കിയിരുന്നു കാണാം. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.